Good afternoon. Good afternoon. Good afternoon. Ma'am. Good afternoon. Good afternoon. Good afternoon. Very, very good afternoon. Yes, so happy to see you all once again. And how are you all? Doing good? Fine, teacher. Good. Fine, good. Fine. Yes. So let's start. We have discussed in our next class. With your permission, I'm going to mute all because there will be disturbances in our classes. Ma'am, voice clear അല്ല. Okay. Yes, I think now it will be clear, sound and everything. Is it? Okay. Right. No, just wait. Okay, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. പറഞ്ഞിരുന്നല്ലോ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ 108 ക്ലാസ് എടുക്കാറ്. ഇപ്പൊ പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ ക്ലാസ് ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇവിടെ ജോയിൻ ചെയ്യുന്ന തിരക്കും ആ ഒരു ചെറിയ മൊമെന്റിലാണെങ്കിലും ആ വിലക്ക് ടീച്ചറിന് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ചിലത് നിങ്ങൾക്ക് എക്കോ ഫീൽ ചെയ്ത് എന്താണെന്ന് ക്ലിയർ ആവില്ല, ക്ലാരിറ്റി കിട്ടില്ല. സോ അതുകൊണ്ടാണ് എല്ലാ ടീച്ചേഴ്സിനും നമ്മള് അതായത് നമ്മുടെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു റിയാക്ഷൻ ഒരു ഗുഡ് ആഫ്റ്റർനൂൺ നമുക്ക് എന്തായാലും ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരൊക്കെ പറയുന്നത് കേൾക്കണം. അപ്പോഴാണ് നമുക്കൊരു എന്താ പറയാ ഒരു പോസിറ്റിവിറ്റി കിട്ടുക. അപ്പുറത്ത് ഇരിക്കുന്ന ആളുകള് എന്താ പറയാ സൗണ്ട് ക്ലിയർ ആകുന്നില്ല, ക്ലിയർ ആകുന്നില്ലേ? ക്ലിയർ ആയില്ല, വെച്ച് നോക്കട്ടെ. എങ്ങോട്ടോ ല്ലോ നോക്കിയാണ് Now, is it clear now? ശരിയായോ? ക്ലാരിക്കണമെന്നോ? എപ്പോ അതെന്താ?
ഹലോ, ശരിയായോ? ഓഡിയോ ഇല്ല? യെസ്, ഓക്കെ. ഇപ്പൊ ശരിയായെന്നാണ് എന്റെ ഒരു നിഗമനം. റൈറ്റ്, ശരിയല്ലേ? ഈ ശരിയായിട്ടുണ്ടല്ലേ? നമ്മുടെ ക്ലാസ് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ക്ലാസ് ചേഞ്ച് ചെയ്തിരുന്നു. അവിടെ എന്തോ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവുമായിരിക്കും. അപ്പൊ ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല അല്ലേ? നമ്മളുടെ ക്ലാസ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ച് ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് ഡ്യൂ ടു ദ ഇലക്ഷൻ അങ്ങനെയൊക്കെ കാരണം കൊണ്ടാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പിന്നെ നമ്മൾ ക്ലാസ് തുടങ്ങി കഴിഞ്ഞിട്ട് ഇടയ്ക്ക് എന്താ പറയാ ബ്രേക്ക് ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ മാനിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ് തുടങ്ങാനായിട്ട് ഒരു 2 weeks അല്ലെ ഒരു വൈകി വന്നത്. സോ നിങ്ങളുടെ കാത്തിരിപ്പിനോടെങ്കിലും നമ്മൾ വീണ്ടും ജോയിൻ ചെയ്തിരിക്കുകയാണ്. എന്നെ കണ്ടത് വല്ല ഓർമ്മയുണ്ടോ? ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ കണ്ടത് ഓർമ്മയുണ്ടോ? ചിലവരൊക്കെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ചിലപ്പോ കയറി ഉണ്ടാവില്ല. ഇപ്പോഴായിരിക്കും ആദ്യമായിട്ട് നമ്മുടെ ക്ലാസ്സിന് വേണ്ടി ജോയിൻ ചെയ്യുന്നത് അല്ലെ? ഇൻട്രോ ക്ലാസ്സിൽ ചിലപ്പോ കയറിയിട്ടുണ്ടാവില്ല. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ അന്ന് ലൈവിൽ അറ്റൻഡ് ചെയ്തില്ല എന്നുള്ളത് ഒക്കെ കുഴപ്പമില്ല. അത് നമുക്ക് എന്താ പറയാ അതിനുള്ള സൊല്യൂഷൻ ഉണ്ട്. നിങ്ങൾ ഓൾറെഡി ഈ ഇത്തരം ക്ലാസ്സുകൾ ഇങ്ങനെ ജോയിൻ ചെയ്യാനും ഇങ്ങനെ എന്താ പറയാ ഒരു കോഴ്സ് പഠിക്കാനും തയ്യാറെടുത്തപ്പോ തന്നെ ഇതിന്റെ ഏറ്റവും കുറച്ച് എന്താ പറയാ കുറെ ബെനിഫിറ്റ്സ് കുറെ അഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതിലൊരു അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾക്ക് ഇത് റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആണ് എന്നുള്ളത് അല്ലെ? സോ എനിക്ക് ഉറപ്പുവരുത്തേണ്ടതാണ് ഐ ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് ഓൾ വാച്ച്ഡ് ദ ഇൻട്രോ ക്ലാസ്സസ്. റൈറ്റ്, ഇൻട്രൊഡക്ഷൻ ക്ലാസ് കണ്ടോ? ഹഫ് പാർട്ട് ഞാൻ ഒരു 3rd എന്താ പറയാ ഡിസംബറിൽ അല്ലെ തന്നിരുന്നു. അതിനുശേഷം സാറിൻ്റെതായിട്ട് ഒരു ഭാഗം പിന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു അത് അല്ലെ? അപ്പോ ഇത് രണ്ടും നിങ്ങൾ ക്ലാസ് കണ്ടിട്ടുണ്ടായിരിക്കണം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറെ സംശയങ്ങളൊക്കെ വരും എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ട്. ആ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുക. ഈ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. വാട്ട് ഈസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഈ കോഴ്സ് എന്താണ്, എന്തുകൊണ്ട് ഇത്ര ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു കോഴ്സ്, ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു കോഴ്സായി മാറി അല്ലെ? അതിൻ്റെതായ എന്താ പറയാ ഓപ്പർച്യൂണിറ്റീസ്, ജോലി സാധ്യതകളും മറ്റൊക്കെയാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കണ്ടിട്ടുണ്ടാവണം. അതിനുശേഷം നമ്മളിവിടെ ക്ലാസ്സസ് ആരംഭിച്ചു. ഇന്ന് മുതൽ നമ്മളിപ്പോ ക്ലാസ് തുടങ്ങുകയാണ്. അതിനകത്ത് നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ സിലബസ് ആണ് അല്ലെ? നമ്മുടെ സിലബസ് എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഞാൻ ഇൻട്രോ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതിന്റെ ഒപ്പം തന്നെ പറഞ്ഞ ചില കാര്യങ്ങളും കുറെ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് തന്നിരുന്നു. നമ്മൾ എന്താ പറയാ ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ ടീച്ചേഴ്സ് ആ ഗുഡ് ആഫ്റ്റർനൂൺ ഒന്ന് വിഷ് ചെയ്യുക, ടീച്ചേഴ്സിനോട് തിരിച്ചും ഒന്ന് വിഷ് ചെയ്യുക. ബിക്കോസ് ആ ഒരു എന്താ പറയാ വിഷ് കേൾക്കുമ്പോൾ തന്നെ ടീച്ചേഴ്സിന് മനസ്സിലാകും അപ്പുറത്ത് ഉള്ള ആളുകള്, ദാറ്റ് മീൻസ് ആരാണോ നമ്മളുടെ ലിസണേഴ്സ്, അപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്ന ആളുകൾ കുട്ടികളൊക്കെ അവിടെ തന്നെ ഉണ്ട്, എല്ലാവരും ആക്റ്റീവായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് എന്നൊരു ബോധ്യത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ ഇരുന്ന് പറയുന്ന ആരാണാവോ കേൾക്കണേ എന്നുള്ളൊരു സംശയം വരുമല്ലോ. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാനും ടീച്ചേഴ്സിന് ഒരു പോസിറ്റിവിറ്റി കൊടുക്കാനും കൂടിയിട്ട് ആ ഒരു എനർജിക്കൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ തിരിച്ചൊരു ഗുഡ് ആഫ്റ്റർനൂൺ 2 പേര് എല്ലാവരും പറയുക. ദാറ്റ് ഈസ് അങ്ങനത്തെ സന്തോഷം. മനസ്സിലായോ? അപ്പൊ എല്ലാവരും കൂടി ഒരു ഗുഡ് ആഫ്റ്റർനൂൺ തിരിച്ചെന്ന് പറയാം ഓൾറെഡി ജോയിൻ ചെയ്തത് ഇരിക്കുന്നത്. അതിനുശേഷം ആയിരിക്കും ടീച്ചേഴ്സ് അത് മ്യൂട്ട് ചെയ്യാം. മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും കേൾക്കില്ല. അത് ഡിസ്റ്റർബൻസ് ആകും എന്നുള്ളതാണ്. എന്നിട്ട് ലാസ്റ്റ് ഒരു 5 or 10 minutes ഇഫ് നെസസറി, ഞാനിങ്ങനെ കൊട്ടേഷനിൽ പറയാണ്. ബിക്കോസ് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ പഠിപ്പിക്കുന്ന ഭാഗത്തെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പഠിപ്പിച്ച കഴിഞ്ഞ് കഴിയുമ്പോൾ ലാസ്റ്റ് 5 or 10 minutes ടീച്ചേഴ്സ് അതിനു വേണ്ടി യൂസ് ചെയ്യും. ഇഫ് നോ ഡൗട്ട്സ്, അതായത് നമുക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ that 5 or 10 minutes will be used by the teachers for continuing the topic. ആ കൊടുക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന ടോപ്പിക് കുറച്ചുകൂടി ചിലപ്പോൾ ഒരു പാരഗ്രാഫ് ആയിരിക്കാം, അടുത്ത പാരഗ്രാഫ് ടീച്ചർമാർ ചിലപ്പോൾ എടുത്തുനിന്ന് വരും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ സംശയമില്ലല്ലോ, പിന്നെ നമ്മൾ വെറുതെ ആ സമയം വേസ്റ്റ് ചെയ്യണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. എന്നാലും ചില കാര്യങ്ങൾ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് സ്ട്രെസ് ചെയ്ത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇടയ്ക്ക് നമുക്ക് ടീച്ചേഴ്സിനെ നമുക്ക് എന്താ പറയാ അതുപോലെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈമാണ് നമുക്ക് വളരെയധികം എന്താ പറയാ വിലപ്പെട്ട സാധനം, പ്രഷ്യസ് ആണ് അല്ലെ? വളരെയധികം പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം. അത് നമുക്ക് പിടിച്ചാൽ കിട്ടാൻ പറ്റാത്ത ഒരു സാധനം. നിങ്ങളുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ ഒക്കെ നിങ്ങൾക്കറിയാം.
HA ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡിപ്ലോമ മാത്രം എടുക്കുന്നവരാണെങ്കിൽ 6 months പ്ലസ് PG കൂടി ജോയിൻ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ 10 months. അതായത് +4 ഉണ്ട്, 6 + 4 10 months അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഡ്യൂറേഷനിൽ നമ്മളുടെ ടോപ്പിക്സ് ഒക്കെ നമുക്ക് എടുത്ത് തീർക്കാനുള്ളതാണ്. ആൻഡ് നമ്മൾ പറഞ്ഞിരുന്നു നമ്മളുടെ ഈ ഒരു സിലബസിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ സിലബസിൽ 4 modules ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 4 modules ആണ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് modules. ഈ ഓരോ മൊഡ്യൂൾസിലും ആദ്യത്തെ മൊഡ്യൂളില് 13 chapters ആണ് വരിക, 13. സെക്കൻഡ് മൊഡ്യൂളിൽ 15 chapters ആണ്, തേർഡ് മൊഡ്യൂളിൽ വീണ്ടും 13 chapters ആൻഡ് ദ ലാസ്റ്റ് മൊഡ്യൂൾ ഇൻക്ലൂഡ്സ് 11 chapters. അങ്ങനെ മൊത്തം 52 chapters ആണ് നമ്മുടെ ഡിപ്ലോമയുടെ സിലബസിനകത്ത് ഉള്ളത്. ഓക്കെ, PG-യുടേത് അന്നേരം വരുമ്പോൾ പറയും. ഇപ്പോഴേ നമ്മൾ പറഞ്ഞ് ടെൻഷൻ ആക്കണ്ടല്ലോ. ഓക്കെ അല്ലെ, എവിടെയെങ്കിലും കിടക്കുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞ് ടെൻഷൻ ആക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ 4 modules ആണ്. ഈ 4 modules-ലും ഓരോ മൊഡ്യൂളുകൾ ടീച്ചേഴ്സ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തരാണ്. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോ നമുക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണോ ആ ടോപ്പിക്കുകൾ ആ ടീച്ചേഴ്സിന് അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന രീതിയിലായിരിക്കും അവർക്ക് എടുക്കുക. ഇത് പറയുന്നത് എന്തിനു വേണ്ടിയെന്നാണെന്ന് വെച്ചാലേ ചിലർക്ക് വീണ്ടും ഡൗട്ട്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഇന്നിപ്പോ എടുക്കാൻ പോകുന്നത് ഇതിന്റെ തുടക്കം മൊഡ്യൂൾ 1-ലെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. ഇൻട്രൊഡക്ഷൻ എന്തിനെ സംബന്ധിക്കുന്ന ഇൻട്രൊഡക്ഷൻ ആണെന്ന് വി വിൽ ഡിസ്കസ് ഇറ്റ് ലേറ്റർ. അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ആൻഡ് ദ സെക്കൻഡ് ചാപ്റ്റർ ഇത് ഒറ്റ പേജേ ഉള്ളൂ, ഒറ്റ പേജ്. ഏറ്റവും ചെറിയ ചാപ്റ്റർ ആയിട്ടുള്ള ഈ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഒറ്റ പേജേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇതേ മൊഡ്യൂളിൽ തന്നെ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ആൻഡ് ഇറ്റ് വിൽ ബി ടേക്കൺ ബൈ മൈസെൽഫ്. അപ്പൊ ഞാൻ തന്നെയായിരിക്കും അതും എടുക്കാം. ഓക്കെ, അതിനുശേഷം ഇനി നാളെ അടുത്ത ടീച്ചർ ആരാണോ ടീച്ചറിന്റെ അവർ വരുമ്പോ ടീച്ചർക്ക് കൊടുത്തിരിക്കുന്ന ചാപ്റ്റർ ആണ് എടുക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ക്യാൻ യു ഫോളോ മീ? അപ്പൊ ടീച്ചർക്ക് അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് ആയിരിക്കും ടീച്ചർ എടുക്കുക. അടുത്ത ദിവസം ആൻഡ് നെക്സ്റ്റ് ഡേ, ചിലപ്പോ നാളെ ഇപ്പൊ 2 hour ഉണ്ട്, ഇന്നും 2 hour ഉണ്ട്. ഞാൻ എന്റെ ചാപ്റ്റർ എടുത്ത് എവിടെ വെച്ച് തീർക്കുന്നു അവിടെ വെച്ച് നിർത്തിയിട്ട് ഇറങ്ങും. ആഫ്റ്റർ 1 hour അടുത്ത നെക്സ്റ്റ് 1 hour-ല് അടുത്ത ടീച്ചർ കയറും. ടീച്ചർക്ക് കൊടുത്തിരിക്കുന്ന ചാപ്റ്റർ ടീച്ചർ വന്ന് എടുക്കുള്ളൂ, അല്ലാതെ ഇതിന്റെ കണ്ടിന്യൂഷൻ അല്ല എടുക്കുക. ഇനി ഇപ്പൊ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഫസ്റ്റ് മൊഡ്യൂളില് അതാത് ടീച്ചേഴ്സിന് കൊടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് തീർന്നാൽ ഇപ്പൊ ചിലപ്പോ എനിക്ക് 2-3 ചാപ്റ്റർ ഉണ്ടാവുള്ളൂ. ബിക്കോസ് ഐ ഹാവ് ഓൺലി 1 class in a week. നിങ്ങൾക്ക് ഇവിടെ ആഴ്ചയിൽ ഒറ്റ ക്ലാസ് എനിക്കുള്ളൂ. അത് ഇന്നാണ്, മൺഡേയിലാണ് ഫസ്റ്റ് ക്ലാസ് ആണ്. അതിനുശേഷം ഇനി അടുത്ത നെക്സ്റ്റ് മൺഡേ നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യുള്ളൂ കേട്ടോ, ഓർക്കുക. അപ്പൊ എനിക്ക് ചിലപ്പോ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? മാത്രമല്ല എനിക്ക് കുറച്ച് സമയമുള്ളൂ താനും. അപ്പൊ അടുത്ത ടീച്ചേഴ്സിന് അവർക്ക് കൊടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഫസ്റ്റ് മൊഡ്യൂളിൽ തീർന്നു കഴിയുമ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോകും. ഫസ്റ്റ് മൊഡ്യൂളിലെ മറ്റേ ടീച്ചറിന്റെ കഴിഞ്ഞില്ലല്ലോ, ആ ടീച്ചർ എന്താ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോയി? അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് വരാൻ സാധ്യതകളുണ്ട്, ചാൻസസ് ഉണ്ട്. ആ ചാൻസസിനെ ഞാൻ എന്താ പറയാ നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് പറയുന്ന കാര്യമാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ മനസ്സിലിരുന്നോട്ടെ കേട്ടോ നിങ്ങളുടെ. മനസ്സിലായോ? അപ്പൊ ടീച്ചേഴ്സ് അവരവരുടെ ചാപ്റ്റേഴ്സ് തീരുന്നതനുസരിച്ച് അടുത്ത നെക്സ്റ്റ് 1 by 1 ആയിട്ട് എടുത്ത് തീർക്കും. ഒബ്വിയസ്ലി ഫസ്റ്റ് മൊഡ്യൂൾസിലെ ചാപ്റ്റേഴ്സിന് അവർക്ക് കിട്ടിയിരിക്കുന്നത് തീരുമ്പോൾ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് കടക്കും. അപ്പൊ ഡോണ്ട് വറി ആൻഡ് ബി ഹാപ്പി. മാത്രമല്ല നിങ്ങൾ വിചാരിക്കുക 1-2 മൊഡ്യൂൾ തീരുമ്പോൾ നമുക്കൊരു എക്സാം ഉണ്ട്. സോ 1-2 മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ ടീച്ചർമാരും കൂടി എടുത്ത് തീർന്നു എന്ന് നിങ്ങളൊന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം മതി. മനസ്സിലായോ? നമുക്കറിയാം ഈ ഒരു ഡ്യൂറേഷന്റെ ആഫ്റ്റർ 3 months, അപ്പൊ 3 months-ന്റെ അടുത്തൊക്കെ എത്തുമ്പോഴേക്കും നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾസ് അവസാനിക്കും, തീരും. അപ്പൊ ഒരു എക്സാം ഉണ്ട്, ഒരു മോഡൽ പോലെ. ഓക്കെ, നിങ്ങൾ എത്ര പഠിച്ചു, എന്തൊക്കെ മനസ്സിലാക്കി, എന്തൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു എക്സാം ഉണ്ട്. അപ്പൊ അത് ആകുമ്പോഴേക്കും യു ജസ്റ്റ് കൺഫേം ദാറ്റ് your chapters have been completed by the teachers. ഈ എല്ലാ ചാപ്റ്റേഴ്സും ടീച്ചേഴ്സ് എടുത്ത് തീർത്തു എന്ന് കൺഫേം ചെയ്യണം. ബൈ മിസ്റ്റേക്ക് മനുഷ്യന്മാർക്കാണല്ലോ അബദ്ധങ്ങളും തെറ്റുകളും പറ്റുക, വേറെ ആർക്കാ പറ്റുക? അപ്പൊ നമ്മൾ മനുഷ്യന്മാരാണ്. ടീച്ചേഴ്സിനൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ എടുത്തു എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. കാരണം നമ്മളിപ്പോ 24th ബാച്ചാണ്, വേറെയും ബാച്ചസിൽ ടീച്ചേഴ്സ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ചിലപ്പോൾ ബൈ മിസ്റ്റേക്ക് മിസ്സായി പോകാം. എന്താ പറയാ, ഡെലിബറേറ്റ്ലി അല്ല, മനഃപൂർവ്വം അല്ല, പെട്ടെന്ന് ചിലപ്പോൾ മിസ്സായി പോകുന്നതായിരിക്കും. അപ്പൊ നമ്മളൊന്ന് പ്രിക്കോഷൻസ് എടുത്ത് ഇരിക്കുക. ഇതുപോലെ ഏതെങ്കിലും വിട്ടുകൊണ്ടോ എന്നുണ്ടെങ്കിൽ അതൊന്ന് ടീച്ചേഴ്സിനെ സൂചിപ്പിക്കാം. ഞാൻ വരുന്നതിനോട് പറഞ്ഞ ടീച്ചറെ ഇന്ന ചാപ്റ്റർ എടുത്തില്ല അല്ലെങ്കിൽ എടുത്തിട്ടില്ല അപ്പൊ നമ്മൾക്ക് വേണമെങ്കിൽ ഞാൻ ടീച്ചേഴ്സിനോട് ചോദിക്കും, ഇന്നത്തെ ചാപ്റ്റർ തീർന്നിട്ടില്ലല്ലോ, അത് ആരുടെയായിരുന്നു, അത് മിസ്റ്റേക്കില് വിട്ടുപോയതാണോ എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദീസ് തിങ്സ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ആദ്യമായി പറയണമെന്നുണ്ടായിരുന്നു. ബിക്കോസ് ഇതിനെ കുറിച്ച് സംശയങ്ങൾ ഇനിയും ഇടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ക്ലാസ്സിൽ മറ്റു ടീച്ചേഴ്സിന് അങ്ങനെ
എന്താ പറയാ നമുക്ക് വെറുതെ സമയം പാഴാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളോട് നേരത്തെ കൂടി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. തുടങ്ങാലോ. അപ്പൊ വിത്ത് ഓൾ പ്രേയേഴ്സ് ആൻഡ് ബെസ്റ്റ് വിഷസ് ഷാൽ വി സ്റ്റാർട്ട് അവർ ക്ലാസ്സസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുകയും അതുപോലെ തന്നെ മനസ്സിലാക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ ഓക്കെ യെസ്. അപ്പൊ നമ്മളുടെ ചാപ്റ്റർ ഇതാണ്, ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷൻ. സി, first of all we have to understand the word hospital, from where it is derived. എവിടെ നിന്നാണ് നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു വേർഡ്, ആ ഒരു ഇംഗ്ലീഷ് പദമാണ് അല്ലെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ. അപ്പൊ എന്താ പറയാ, ഈ ഒരു വേർഡ് എവിടെ നിന്ന് ഉദ്ഭവിച്ചു, അല്ലെങ്കിൽ എന്താണ് അതിന്റെ മീനിങ്, അതാണ് ഇവിടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ. ആൻഡ് ഓൾസോ എ സ്മോൾ ഡെഫിനിഷൻ വിച്ച് ഇസ് ഗിവൺ ബൈ WHO. ഇതിനകത്ത് നമ്മൾ കൂടുതൽ പഠിക്കുന്നതാണ്. ഈ ഒറ്റ കുഞ്ഞു ചാപ്റ്ററിൽ നമുക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ വാക്കുണ്ടായത്, അതിന്റെ മീനിങ്, അത് എന്താണ്, ഇന്നത്തെ ഒരു ടുഡേസ് ഇവല്യൂഷൻ ഓഫ് ഹോസ്പിറ്റൽ, ഇന്നത്തെ ആ ഒരു രീതിയിലേക്ക് അത് എത്രത്തോളം വളർന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ സം ഡെഫിനിഷൻസ്, ഈ ഹോസ്പിറ്റൽസിനെ കുറിച്ച് 2-3 നിർവചനങ്ങളും ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. അത്രേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. അപ്പൊ ലെറ്റ്സ് സീ, ഇറ്റ്സ് ആൻ ഇംഗ്ലീഷ് വേർഡ്. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് വേർഡാണ്. നമ്മൾ ആശുപത്രി എന്നും ആതുര ശുശ്രൂഷ കേന്ദ്രം എന്നും ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സി, ഹോസ്പിറ്റൽസ്, ഹോസ്റ്റൽസ്, ഹോട്ടൽസ്, ഹോസ്പിസ്, ഇതെല്ലാം തന്നെ ഇംഗ്ലീഷ് വേർഡുകൾ തന്നെയാണ്. പക്ഷെ ഇതിനൊക്കെ എന്തൊക്കെയോ ചില എന്താ പറയാ സാമ്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഹോസ്പിറ്റലിന്, ഹോസ്റ്റലിന്, ഹോട്ടലിന്, ഹോസ്പിസ് എന്നുള്ളതിനൊക്കെ. സി, അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഇവല്യൂഷൻ ഓഫ് ദാറ്റ് വേർഡ്, എറ്റിമോളജി, ദാറ്റ് മീൻസ് ആ പദം ഇങ്ങനെ അങ്ങനെ എവിടെ നിന്ന് ഉദ്ഭവിച്ചു, പദത്തിന്റെ ഉദ്ഭവം, ദാറ്റ്സ് കോൾഡ് എറ്റിമോളജി. ഒരു പദത്തിന്റെ ഉദ്ഭവം മീൻസ് എവിടെ നിന്നാണ് അത്, എന്താ പറയാ അതിന്റെ സോഴ്സ്. അത് ഒരു ലാറ്റിൻ നൗൺ ഹോസ്പസ് എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു വേർഡ് എന്താ പറയാ ഇങ്ങനെ എന്താ പറയാ ഉയർന്നത്, ഉദ്ഭവിച്ചത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ അതൊക്കെ എന്താ പറയാ ഹോട്ടൽസും ഹോസ്പിറ്റൽസും ഹോസ്റ്റൽസും ഒക്കെ ഹോസ്പിസ് ഒക്കെ തന്നെ അതുപോലെ ഇംഗ്ലീഷ് പദങ്ങൾ ഉദ്ഭവിച്ചു വന്നതാണ്. ഇതൊക്കെ ഒരു ഹോസ്പസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്ന് ഉയർന്നു വന്ന വേർഡാണ്. ഈ ലാറ്റിൻ വേർഡിൽ നിന്ന് ഉയർന്നു വന്ന ഹോസ്പസ് എന്ന് പറയുന്ന വേർഡ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോ ഇതെന്ന് പറയുന്നത് ഇറ്റ് മീൻസ്, ഇത് എന്ന് പറയുന്നത് ഒരു ഓപ്പോസിറ്റ് വേർഡാണ്. എന്തിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് അറിയാം? ഇതിന്റെ വേർഡ് മീനിങ് അവർ ആദ്യം പറയുന്നില്ല. പകരം ആ വേർഡിന്റെ മീനിങ്, ഹോസ്പസ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് പറയുന്നതിന് മുമ്പ് തന്നെ ഇറ്റ് ഈസ് എന്താ പറയാ ഡിസ്കസ്ഡ് ദാറ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് ദാറ്റ് വേർഡ് മീനിങ്. ആ ഒരു ഹോസ്പസ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് ഗസ്റ്റ് ഓർ എ വിസിറ്റർ എന്നാണ്. എന്ന് വെച്ചാൽ അതിന്റെ ഓപ്പോസിറ്റാ പറയുന്നത്. ഹോസ്പസ് എന്ന് പറയുന്ന വേർഡ് അതൊരു എന്താ പറയാ ഇംഗ്ലീഷ് പദമാണ്, അതൊരു ലാറ്റിൻ വേർഡ്. അതിൽ നിന്നാണ് നമ്മുടെ ഹോസ്പിറ്റലിനും ഹോട്ടലിനും ഹോസ്പിസ് എന്നൊക്കെ പറയുന്ന ആ വേർഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഹോസ്പസ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ആണ്. മീനിങ് പറയുന്നതിന് മുമ്പ് ഓപ്പോസിറ്റ് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ മീനിങ് താഴെ പറയുന്നുണ്ട് കേട്ടോ. ഓപ്പോസിറ്റ് ഓഫ് ദാറ്റ് വേർഡ് ഹോസ്പസ് ഈസ് വിസിറ്റർ ഓർ ഗസ്റ്റ്. ഒരു ഗസ്റ്റ് അല്ലെങ്കിൽ വിസിറ്റർ. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ അതിഥി അല്ലെ, അല്ലെങ്കിൽ സന്ദർശകൻ എന്ന് പറയും. ഇവിടെ അതിഥികൾ അല്ലെങ്കിൽ സന്ദർശകൻ എന്ന് പറയുന്ന വാക്കിന്റെ ആ വേർഡിന്റെ ഓപ്പോസിറ്റ് ആണ് ഹോസ്പസ് എന്ന് പറയുന്നത്. എന്താണ് ഹോസ്പസ് എന്ന് പറയുന്ന വേർഡ് എന്ന് പറയുന്നത്? വൺ ഹു പ്രൊവൈഡ്സ് ലോഡ്ജിങ് ഓർ എന്റർടൈൻമെന്റ് ഫോർ എ ഗസ്റ്റ് ഓർ വിസിറ്റർ. ഈ പറയുന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഹോസ്പസിന്റെ മീനിങ് എന്ന് പറയുന്നത്? വൺ ഹു പ്രൊവൈഡ്സ് എന്റർടൈൻമെന്റ് ഓർ എന്താ പറയാ ലോഡ്ജിങ് ഫോർ എ ഗസ്റ്റ്. ഒരു ഗസ്റ്റിനെ എന്താ പറയാ സന്തോഷിപ്പിക്കുക, അവരെ താമസിപ്പിക്കുക എന്ന് വെച്ചാൽ ഒരു എന്താ പറയാ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പോ എന്താ പറയാ ഓൺ ദ വേ നമുക്ക് എവിടെയെങ്കിലും തങ്ങേണ്ടി വരുന്നു. അപ്പൊ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അതാണ് ഹോസ്പസ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ്. അതിന്റെ ഓപ്പോസിറ്റ് ആണെന്നാ പറഞ്ഞ മറ്റേത് ഏത്? ഗസ്റ്റ് ഓർ വിസിറ്റർ. ഗസ്റ്റ് എന്ന് പറയുന്നത് ആരാ? നമ്മുടെ വീട്ടിൽ അതിഥികളായി വരുന്നവർ. അവര് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ അവരെ എന്ത് ചെയ്യും? എന്റർടൈൻ ചെയ്യും. അവർക്ക് വേണ്ട നല്ല രീതിയിലുള്ള ഫുഡ് കൊടുക്കും. അവരെ സുഖ സൗകര്യത്തോടെ അവർക്ക് ഇപ്പൊ വിശ്രമിക്കാൻ, റെസ്റ്റ് ചെയ്യാനായിട്ട് സ്ഥലം വേണമെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യും. അവരെ എന്റർടൈൻ ചെയ്യിക്കാൻ അല്ലെ, അങ്ങനെയൊക്കെ ചെയ്യിക്കും അല്ലെ. അത് ഈ ഹോസ്പസ് എന്ന് പറയുന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ്. ഇവിടെ നമുക്ക് എന്തിന്റെ മീനിങ്? ശരിക്കും ഹോസ്പസ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താ? അതിന്റെ മീനിങ് ആണ് വൺ ഹു പ്രൊവൈഡ്സ് ലോഡ്ജിങ് ഓർ എന്റർടൈൻമെന്റ് ഫോർ എ ഗസ്റ്റ് ഓർ വിസിറ്റർ. ഒരു വിസിറ്റർക്കോ ഗസ്റ്റിനോ ലോഡ്ജിങ് അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാനുള്ള രസിപ്പിക്കാനുള്ള ചില കാര്യങ്ങള്, സൗകര്യങ്ങള് ഒരുക്കി കൊടുക്കുന്ന ആൾ. അതാണ് ഹോസ്പസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എ പ്ലേസ് വേർ ഗസ്റ്റ് ഓർ വിസിറ്റേഴ്സ് ആർ റിസീവ്ഡ്. എന്ന് വെച്ചാൽ ഗസ്റ്റുകളെയും വിസിറ്റേഴ്സിനെയൊക്കെ സ്വീകരിക്കുന്ന ഒരു സ്ഥലം. അതാണ് ഹോസ്പസ്. ആ വേർഡിൽ നിന്നാണ് എന്തുണ്ടായെന്ന്
ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വേർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ? ഇവിടെ വരെ ഓക്കെ ആണോ? ഇവിടെ വരെ എല്ലാം ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമുക്കറിയാം. അപ്പൊ ഇല്ലേ ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സ്ഥലം പണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് സെർച്ച് ഒക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പണ്ട് എന്ന് പറയുന്ന രീതിയായിരുന്നു അത്. ഇന്നത്തെ പോലത്തെ എന്താ പറയാ, ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് കേൾക്കുമ്പോൾ പേടിയും കൂടിയാണ് അല്ലെ? കാരണം എന്താ, അവിടെ വരുന്നവർക്ക് വലിയ വലിയ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളായി വരുന്നവര് ആ രോഗങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയാ നമുക്ക് പേടി തോന്നുന്ന രീതിയിലുള്ള ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ ഓരോ വലിയ വലിയ ഉപകരണങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഹോസ്പിറ്റലിൽ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യം. ബിക്കോസ് നമ്മൾ അതാണ് കണ്ടേക്കുന്നത്. പക്ഷേ എന്താ പറയാ, ബിഫോർ 4000 years ago, ഏകദേശം ഒരു 14,000 വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഈ പറയുന്ന സേവനങ്ങളൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ അവിടെ സിക്ക് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമല്ല ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നത്. അന്നത്തെ കാലത്ത് പ്രീസ്റ്റുകള്, അതുപോലെ തന്നെ എന്താ പറയാ സന്യാസിമാര്, അവരൊക്കെ ഇതുപോലുള്ള എന്റർടൈനിങ്ങിനും അതുപോലെ തന്നെ ലോഡ്ജിങ് എന്ന് പറയുന്ന ഒരു സംഭവം കൊടുത്തിട്ട് എന്താ പറയാ ആളുകളെ ശുശ്രൂഷിക്കുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. രോഗികളെ ശുശ്രൂഷിക്കുന്ന കാര്യമല്ല അന്നത്തെ കാലത്ത് ചെയ്തിരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ലോഡ്ജിങ് പർപ്പസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഇടം ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുക. അവർക്ക് വേണ്ട രീതിയിലുള്ള എന്താ പറയാ എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ അപ്പൊ അവരുടെ എന്താ പറയാ ബോഡി ആൻഡ് സോൾ ബോത്ത്, അതായത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും എന്താ പറയാ സന്തോഷവും സൗഖ്യവും ഒക്കെ നൽകുന്ന ചില കാര്യങ്ങളാണ് അവിടെ ചെയ്തിരുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ അന്നത്തെ കാലത്ത്. പക്ഷെ ഇന്ന് നമ്മളുടെ എന്താ പറയാ ഒരുപാട് ആഫ്റ്റർ എന്താ പറയാ നമ്മളിപ്പോ 21st സെഞ്ചുറിയിലാണ് നിൽക്കുന്നത്. അപ്പൊ 21st സെഞ്ചുറി ഒക്കെ ആയപ്പോഴേക്കും there become many changes in hospital services. നമുക്കറിയാം ഇഷ്ടംപോലെ മാറ്റങ്ങൾ നമ്മുടെ ഹോസ്പിറ്റൽ സേവനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ന്യൂലി നമുക്ക് ഒരു 50 years ബാക്ക് നോക്കുകയാണെങ്കിൽ, ഒരു 50 വർഷം പിന്നോക്കൊക്കെ നോക്കി കഴിയുമ്പോൾ there comes an evolution of today's hospitals. ഇന്നത്തെ രീതിയിലുള്ള ഹോസ്പിറ്റലിന്റെ രൂപത്തിലേക്ക് വന്നു. അതേസമയം അന്നത്തെ കാലത്തൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തിരുന്നത് സന്യാസിമാര്, അവർക്കൊക്കെ കുറച്ച് ഇതുപോലെയുള്ള പൊടിക്കൈകള്, ചില ഇപ്പൊ ഇങ്ങനെ അവിടെ എന്റർടൈൻ ചെയ്യാനും ചിലപ്പോൾ ഗസ്റ്റുകളെയൊക്കെ ലോഡ്ജ് ചെയ്യാനൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് വേണ്ട ചില അതിന് സേവനങ്ങൾ കൊടുത്തിരുന്നു. അവര് പച്ചമരുന്നുകളും മറ്റൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷകൾ ചെയ്തിരുന്നു അല്ലെ? അപ്പൊ അതൊക്കെ കൊടുക്കുന്ന ആ ഒരു സ്ഥലം, അതിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന രീതിയിൽ അന്നത്തെ കാലത്ത് ആളുകൾ വിചാരിച്ചിരുന്നത്. ആ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന രീതിയിൽ നിന്നാണ് ഇന്നത്തെ ഒരു ന്യൂ വേർഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന രീതിയിലേക്ക് അത് വളർന്നത്. അപ്പൊ ഇന്നത്തെ ഹോസ്പിറ്റൽസ് ബേസിക്കലി ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ആ ഒരു ഓൾഡ് ഐഡിയ, പണ്ടത്തെ ഐഡിയ തന്നെ, ആ ഐഡിയയിൽ നിന്ന് പക്ഷെ അതിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇറ്റ് ലെഡ് ടു ദ ട്രീറ്റ്മെന്റ് ഓഫ് സിക്ക്. എന്തിലേക്ക് മാറി? അന്ന് മനസ്സിനും ശരീരത്തിനും ആശ്വാസവും സന്തോഷവും അതുപോലെ തന്നെ എന്താ പറയാ അങ്ങനെയുള്ള സൗഖ്യങ്ങളൊക്കെ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ സിക്ക് പീപ്പിളിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ള ആ രീതിയിലേക്ക് കുറച്ച് അധികം ന്യൂ കോൺസെപ്റ്റിലേക്ക് ഹോസ്പിറ്റൽസ് മാറിക്കഴിഞ്ഞു. ആഫ്റ്റർ എന്താ പറയാ നമുക്കൊരു എന്താ പറയാ നമ്മളുടെ ഒരു 50 വർഷം പിന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ചിത്രം ഹോസ്പിറ്റൽസിന്റെ ഇതാണ്. ക്ലിയർ ആയോ? ഇത് ഒറ്റയടിക്കുണ്ടായ മാറ്റമല്ല, ഗ്രാജുവൽ ആയിട്ട് വന്ന മാറ്റങ്ങളാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയടിയായിട്ട് പല പല രീതിയിൽ മാറ്റങ്ങൾ വന്നു. പറഞ്ഞില്ലേ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പണ്ടത്തെ കഥകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബൈബിളിലായിക്കോട്ടെ, അങ്ങനെയുള്ള ബൈബിൾ കഥകളൊക്കെ ഒരുപാട് നമുക്കറിയാം. അതിനകത്തൊക്കെ ഇഷ്ടംപോലെ പറയുന്നുണ്ട്. എന്താ പറയാ, ഒരു സമരിയാക്കാരന്റെ ഉപമ തന്നെയുണ്ട് ഇല്ലേ? സമരിയാക്കാരന്റെ ഉപമയിൽ പറയുന്നില്ലേ, വഴിയില് അരികത്ത് വീണ് കിടന്നിരുന്ന ആളെ ഒരുപാട് പേര് അതിലെ കടന്നുപോയി, ആരും നോക്കിയില്ല. ആളുടെ എന്താ പറയാ കുറെ കൊള്ള സംഘം അദ്ദേഹത്തെ പിടിച്ച് വലിച്ച് കുതിരപ്പുറത്ത് നിന്നൊക്കെ താഴെയിട്ട് പുള്ളിക്കാരന്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോയിട്ട് ഉള്ളിത്തള്ളി റോഡിന്റെ സൈഡിൽ ഇട്ടപ്പോ ഒരുപാട് പേര് അതിലേക്ക് കടന്നുപോയി. നല്ല സമരിയാക്കാരന്റെ ഒരു ഉപമയിൽ പറയുന്നുണ്ട് അല്ലെ. എന്നിട്ട് അതിലെ വന്നത് ഒരു നല്ല സമരിയാക്കാരനാണ്. അദ്ദേഹം വന്ന് ഇയാളെ എന്ത് ചെയ്യുന്നു, പിടിച്ച് എടുത്ത് കൊണ്ടുപോയി അടുത്തുള്ള ഒരു സത്രം, ഇനി അല്ലെ, place where guests or visitors are received. ഇതുപോലെയുള്ള സ്ഥലത്താണ് കൊണ്ടുപോയത്, ആക്കിയത്. അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ആളെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പുള്ളിനെ ജോലിക്കായിട്ട് പോകുന്നു. കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസയൊക്കെ കൊടുത്തു വെച്ചിട്ട് അല്ലെ. അപ്പൊ അന്ന് മുതല് അപ്പൊ അങ്ങനെ ഓരോ ഇതിലും ഇതുപോലെയുള്ള എന്താ പറയാ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറെ കഥകളിലൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള ഹോസ്പിറ്റൽസ് അല്ല എങ്കിലും ഇതുപോലെ ഇതിനെ പോലെ തന്നെ പ്രവർത്തിച്ചിരുന്ന ഓപ്പറേറ്റ് ചെയ്തിരുന്ന ഒരുപാട് പ്ലേസസ് അന്നും ഉണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായോ എല്ലാവർക്കും?
ഫസ്റ്റ് പാരഗ്രാഫ് മാത്രമേ ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. എല്ലാവർക്കും ക്ലിയർ ആയോ? ഞാൻ ഓരോ പാരഗ്രാഫ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചില സെന്റൻസുകൾ നിങ്ങളോട് അണ്ടർലൈൻ ചെയ്യാൻ പറയും. ദാറ്റ് മീൻസ് യു ഹാവ് ടു ഫോക്കസ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ സെന്റൻസ്. മനസ്സിലായോ? ആ സെന്റൻസ് ഒന്ന് നന്നായിട്ട് വായിച്ചു പഠിക്കണം. നിങ്ങൾക്കറിയാമോ നമ്മുടെ എക്സാംസിലൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനകത്ത് ഇടയ്ക്കുന്ന ഒരു സെന്റൻസ് ഒരു വേർഡൊക്കെ എടുത്ത് വായിച്ചിട്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാൻ പാകത്തിന് നിങ്ങൾ പ്രിപ്പയർഡ് ആകണം. സോ എന്ത് ചെയ്യണം? ഇപ്പൊ നിങ്ങൾക്കറിയാം 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്താണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വേർഡ്, അതിന്റെ മീനിങ് എന്താണ്, അല്ലെങ്കിൽ അത് നമുക്കൊരു 2 മാർക്കിന്റെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ആൻസർ ഇങ്ങനെ എഴുതാനാണെങ്കിൽ ഓക്കെ. പക്ഷെ അങ്ങനെയല്ലല്ലോ, നമ്മളിവിടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ അതിൽ നിന്ന് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിന്റെ ഒരു ഐഡിയ കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് പാരഗ്രാഫ് ആർക്കെങ്കിലും എനി ഡൗട്ട്? ആ സെന്റൻസുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫ് ഞാൻ വായിക്കില്ല, നിങ്ങൾ വായിക്കണം. ഞാൻ വായിക്കില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ വായിക്കണം. ബിക്കോസ് ഇത് വായിച്ച് അതിന്റെ ഓരോ വേർഡ്സും സ്ട്രൈക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിലാണ്. എന്നാലാണ് നിങ്ങൾക്കത് എന്താ പറയാ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വായിച്ച നിങ്ങൾ വിചാരിക്കോ സെന്റൻസ് ബൈ സെന്റൻസ് വായിച്ച് ടീച്ചർ അർത്ഥം പറയേണ്ടത്, അപ്പൊ പിന്നെ കുഴപ്പമില്ല, അത് പറയില്ല കേട്ടോ. അത് ഞാൻ പറയില്ല. ദിസ് മൈ വേ ഓഫ് ടീച്ചിങ്. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ പറയുന്ന സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. പറയുന്ന സെന്റൻസുകൾ എല്ലാവരും അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണോ? ഡൗട്ട്സ് ഇല്ലല്ലോ? ഓക്കെ ആണെങ്കിൽ ഒരു തമ്പൊക്കെ ഇട്ടും നിങ്ങളുടെ എക്സ്പ്രസ് ചെയ്തോളൂട്ടാ നിങ്ങളുടെ റിയാക്ഷൻസ്. ഓക്കെ, സോ എന്നാ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് ഫസ്റ്റ് സെന്റൻസ് ആണ് കേട്ടോ. ഇംഗ്ലീഷ് words hospitals, hotels, hostels and hospice are all according to etymology related to Latin noun hospice. ലാറ്റിൻ noun hospice ആയിട്ടുള്ള ഒരു വേർഡ് പദത്തിന്റെ ആ ഒരു ഉത്ഭവ പ്രകാരം ലാറ്റിൻ വേർഡ് ഹോസ്പസ് എന്ന് പറയുന്ന പദവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഇംഗ്ലീഷ് വാക്ക് ഹോസ്പിറ്റൽസും ഹോസ്റ്റൽസും ഹോട്ടൽസും ഹോസ്പിസും ഒക്കെ. ഓക്കെ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ആ വേർഡിന്റെ. ഹോസ്പസ് എന്ന് പറയുന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് ഗസ്റ്റ് ഓർ വിസിറ്റർ എന്ന് പറയുന്നത്. ശരിക്കുള്ള മീനിങ് എന്താണ്? വൺ ഹു പ്രൊവൈഡ്സ് ലോഡ്ജിങ് ഓർ എന്റർടൈൻമെന്റ് ഫോർ എ ഗസ്റ്റ് ഓർ വിസിറ്റർ. അത് അതായത് എ പ്ലേസ് വേർ ഗസ്റ്റ് ആർ റിസീവ്ഡ്. അവിടെ വരെ അണ്ടർലൈൻ ചെയ്യണേ. അതായത് ആ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ഭാഗം കണ്ടോ? അവിടെ വരെ. ദാറ്റ്സ് ഓൾ. ആ ഒരു പാരഗ്രാഫിൽ ആ ഒരു സെന്റൻസ് നന്നായി ഫോക്കസ് ചെയ്ത് വായിച്ചു പഠിക്കണം. ബിക്കോസ് അതിൽ നിന്ന് തന്നെ 1, 2, 3 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യത ആ ഒത്തിരിയോടുള്ള ഭാഗത്ത് നിന്ന്. ക്ലിയർ ആണോ? നിങ്ങൾ ക്ലിയർ പറഞ്ഞ് ഓക്കെ പറഞ്ഞാലേ എനിക്ക് അടുത്ത പാരഗ്രാഫിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്. See now, പക്ഷേ ഇന്ന് there have been occurred many changes in hospitals. പക്ഷെ പണ്ടത്തെ ഈ പറഞ്ഞ പോലെ എന്റർടൈൻമെന്റിന്, അതുപോലെ എന്താ പറയാ അവരെ താമസിപ്പിക്കാന്, അവർക്ക് വേണ്ട ചില ആതുര സേവനങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളത്, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും നമ്മുടെ പണ്ടത്തെ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് കറന്റ് വി ക്യാൻ സീ ദ ഹോസ്പിറ്റൽസ് ആർ ജസ്റ്റ് ഹീലിംഗ് സെന്റേഴ്സ്. ഇത് ഇന്ന് എന്തൊക്കെയാണ്? ഇന്ന് എന്താ പറയാ ഹീലിംഗ് സെന്റേഴ്സ് ആണ്. മാത്രമല്ല വിച്ച് പ്രൊമോട്ട്സ് ഹെൽത്ത്ഫുൾ ലിവിങ്. നമുക്ക് എന്താ പറയാ ഒരു ഹീലിംഗ് സെന്റർ. ഹീലിംഗ് സെന്റർ എന്ന് പറഞ്ഞാൽ ആശ്വാസം. ഇത് രോഗത്തിന് ശമനം അല്ലെ? രോഗം എന്ന് പറയുമ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ഒരു ശമനം കിട്ടുന്ന ഒരു സെന്റർ മാത്രമായിട്ടുള്ള ഹോസ്പിറ്റൽസ് ഇന്ന് പ്രവർത്തിക്കുന്നത്. പക്ഷെയോ പിന്നെ എന്ത് പ്ലേസ് ആയിട്ടാണ്? ബട്ട് ഓൾസോ ഇറ്റ്സ് എ പ്ലേസ് ദാറ്റ് ആക്ച്വലി പ്രൊമോട്ട്സ് അവർ ഹെൽത്ത്ഫുൾ ലിവിങ്. നമ്മളൊക്കെ ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളത് കൂടി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽസ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, എന്തെങ്കിലും ഒരു അസുഖം എന്ന് ഹോസ്പിറ്റലിൽ പോകുകയാണ്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് നമ്മൾക്ക് പറയാനുള്ളതൊക്കെ കേൾക്കുന്നു. ആൻഡ് അക്കോർഡിംഗ് ടു ദാറ്റ് അതനുസരിച്ച് തന്നെ ഡോക്ടേഴ്സ് കേൾക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ കുറെ പ്രിസ്ക്രിപ്ഷൻസ് നമുക്ക് വേണ്ടിയിട്ട് മരുന്നുകൾ മറ്റൊക്കെ കുറിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം സം സജഷൻസ് വിൽ ബി ഓൾസോ റെക്കോർഡഡ് ഇൻ കേസ് ഷീറ്റ്. ആ കേസ് ഷീറ്റിൽ ഡോക്ടേഴ്സ് ചില സജഷൻസ് ഇന്ന കാര്യം നമ്മളോട് ചെയ്യാൻ,
അല്ലെ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറയും. ഇപ്പൊ ഇച്ചിരി എന്താ പറയാ ശരീരമൊക്കെ ആയിട്ടൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിലും വല്ല അസുഖമൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ ഡോക്ടർ സാധാരണ പറയാറുണ്ട് ഇച്ചിരി വെയിറ്റ് കൂടുതലാണ് ഒന്ന് കൺട്രോൾ ചെയ്യണേ ഒന്ന് കുറയ്ക്കണേ, അപ്പൊ കുറച്ച് വാക്കിംഗ് നടത്തൂ, ഈവനിങ്ങോ മോർണിംഗോ എപ്പോഴെങ്കിലും ഇത്തിരി സമയം കണ്ടെത്തൂ, ജോലി മാത്രം പോരല്ലോ അല്ലെ, ഒന്ന് ഇത്തിരി സമയം കണ്ടെത്തി ഇത്തിരി എക്സസൈസ് ചെയ്യൂ, അല്ലെങ്കിൽ ഒന്ന് നടക്കാൻ പോകും, അത് ഇത് പിന്നെ ഇന്ന ഫുഡ് കഴിക്കരുത്, അങ്ങനെ ഒരുപാട് സജഷൻസ് അവർ പറയുന്നത്. അതാണ് പറയുന്നത് നമ്മളുടെ ഹെൽത്ത്ഫുൾ ലിവിങ്ങിന് ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം അത് നയിക്കാൻ കൂടി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇന്ന് ഹോസ്പിറ്റൽസ്. പണ്ടത്തെ രീതിയിൽ നിന്ന് മാറ്റി. പണ്ട് അന്നൊരു ആശ്വാസ കേന്ദ്രം, കുറെ യാത്ര ചെയ്ത് ക്ഷീണിച്ചവർക്ക് ഒരു അഭയ കേന്ദ്രം അല്ലെ, അവർക്ക് മെന്റലിയും ഫിസിക്കലിയും അവർക്കൊരു സന്തോഷം കൊടുക്കുക, ഒരു ശാന്തി കൊടുക്കാൻ സമാധാനം കൊടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഹോസ്പിറ്റൽ എങ്കിൽ ഇന്ന് കറന്റ് ഹോസ്പിറ്റൽസ് ആർ പ്രൊവൈഡിങ് റിഗാർഡഡ് ആസ് ഹീലിംഗ് സെന്റേഴ്സ്. ഇന്ന് അത് ഹീലിംഗ് സെന്റേഴ്സ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ആൻഡ് ഓൾസോ എ പ്ലേസ് വേർ ആക്ച്വലി ഇറ്റ് പ്രൊമോട്ട്സ് ഹെൽത്തി ലിവിംഗ്. ഒരു ഹെൽത്തി ലിവിങ്ങിന് ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽസ് ഓഫേഴ്സ് മെനി ഫെസിലിറ്റീസ്. ഇന്നത്തെ ആശുപത്രികളിൽ ഒത്തിരി സൗകര്യങ്ങൾ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ പേഷ്യൻസ് കെയർ. തീർച്ചയായിട്ടും പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന കാര്യത്തിലും ഒരുപാട് സൗകര്യങ്ങളാണ് ഹോസ്പിറ്റൽസ് ചെയ്യുന്നത്. അതായത് ഇന്ന് ഇറ്റ് ബിക്കംസ് എ ഗുഡ് ആൻഡ് ഓൾസോ റേസ്ഡ് ആസ് എ സെന്റർ ഫോർ മെഡിക്കൽ കെയർ ആൻഡ് ട്രീറ്റ്മെന്റ്. അതായത് ഹോസ്പിറ്റൽസിൽ വരുന്ന ആളുകൾക്ക് മാക്സിമം അവർക്ക് മെഡിക്കൽ കെയർ കൊടുക്കുക, അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക. ആൻഡ് ഓൾസോ ആ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എങ്ങനെയുള്ളതാണ്? കോംപ്രിഹെൻസീവ്, പ്രിവെന്റീവ്, ക്യൂറേറ്റീവ്, റീഹാബിലിറ്റേഷൻ സർവീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അത്തരം ഫങ്ഷൻസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എന്താ പറയാ ട്രീറ്റ്മെന്റ് കൊടുക്കുക. എങ്ങനെയാണത്? കോംപ്രിഹെൻസീവ് മീൻസ് സമഗ്രമായിട്ടും എല്ലാ തരത്തിലും. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം കേട്ടോ. ഇപ്പൊ ഒരു എന്തെങ്കിലും നമ്മളുടെ കാലോ കയ്യോ ഒക്കെ എന്തെങ്കിലും ഫ്രാക്ചർ ആയി, നമ്മൾ വീണിട്ട് എന്തെങ്കിലും ഫ്രാക്ചേഴ്സ് സംഭവിച്ചു എന്ന് വിചാരിക്കാം. ആൻഡ് നമുക്കറിയാം ഫ്രാക്ചർ ഒക്കെ വന്നു കഴിഞ്ഞാൽ എല്ലിന് പൊട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ അവര് പ്ലാസ്റ്റർ ഇടും അല്ലെ, പ്ലാസ്റ്റർ ഇടുന്നു, അത് ഇത്ര ദിവസം അത് ഇട്ടുകൊണ്ട് നടക്കുന്നു. ആഫ്റ്റർ ദാറ്റ് അത് കട്ട് ചെയ്യും. കട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അവർ പരിശോധിക്കും. അതിനുശേഷം പിന്നീട് ഇപ്പൊ ഈ വർഷാവർഷങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ അത്തരം സ്ഥലത്തൊക്കെ നമുക്ക് ഒരു വേദന ഫീലിംഗ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫിസിയോതെറാപ്പി കൂടി പ്രൊവൈഡ് ചെയ്യുന്നു കേട്ടോ. അപ്പൊ ഈ ഹോസ്പിറ്റൽസില് ചില ഡിപ്പാർട്ട്മെന്റുകളുടെ ആൻസിലിയറി ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഓൾസോ ഫങ്ഷനിങ്. അതിനുമായി ബന്ധപ്പെട്ട ചില ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു ചികിത്സയാണ് നമുക്ക് ഇന്നത്തെ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പണ്ട് അങ്ങനെയല്ല, ഇന്ന കാര്യത്തിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു ആൻഡ് മറ്റൊരു കാര്യം ഡോക്ടർ പറയണം അത് ഇവിടെ ഇല്ല, ആ ഫെസിലിറ്റി ഇവിടെ ഇല്ല, സോ യു ഹാവ് ടു ഗോ ടു അനദർ ഹോസ്പിറ്റൽ. അപ്പൊ ഡോക്ടർ പറയണം ആ സൗകര്യം ഇവിടെ ഇല്ല കേട്ടോ, നിങ്ങൾ അടുത്ത ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ എന്ന്. പക്ഷെ ഇന്നത്തെ ഹോസ്പിറ്റൽസ് ഇതുപോലെയുള്ള എല്ലാ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ലിങ്ക്ഡ് ആയിട്ടുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റ് കൂടി ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ജസ്റ്റ് ഫോർ എൻ എക്സാമ്പിൾ, അനദർ എക്സാമ്പിൾ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ഗൈനക്കോളജി അല്ലെ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി എന്ന് പറയുന്നത്. ഇന്ന് ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ഒബ്സ്റ്റട്രിക്സ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഒബ്സ്റ്റട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ എന്താ പറയാ കുട്ടികളൊക്കെ ഇല്ലാത്തവർക്കും ഫെർട്ടിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ എന്താ പറയാ നമ്മള് മെട്രോ ഫെർട്ടിലൈസേഷൻ, കൃത്രിമ ഗർഭധാരണത്തിലൂടെ കുട്ടികളെ ഉത്പാദിപ്പിക്കുന്ന ആ സർവീസസ് അതും കൂടി ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അതുപോലെ അങ്ങനെ ഒരുപാട് എന്താ പറയാ ആൻസിലറി ആയിട്ടുള്ള അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളും ഇന്ന് ഹോസ്പിറ്റൽസ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സമഗ്രമായ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സർവീസ് ആണ് ഹോസ്പിറ്റൽസ് ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ നമുക്കൊരു അസുഖം വന്നു, നമ്മൾ പോകുന്നു, ആ രോഗത്തിന് നമ്മൾ മരുന്ന് വാങ്ങിച്ചു കഴിക്കുന്നു, ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ എന്നാണോ? അല്ല, അത് വരാതിരിക്കാൻ, ഇനി അതിനെ തടയാൻ, ഇനി അത് വരാതിരിക്കാൻ, ജസ്റ്റ് ഇമാജിൻ ഓഫ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്, ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഓങ്കോളജി. യു നോ ദാറ്റ്? അറിയില്ലേ എല്ലാവർക്കും? ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഫോർ ട്രീറ്റിംഗ് ക്യാൻസർ അല്ലെ, ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ ഓങ്കോളജിയിൽ എന്താ പറയാ ആ ക്യാൻസറിനെ വേണ്ടിയിട്ടുള്ള ചികിത്സ കൊടുക്കുന്നു. ആൻഡ് ഓൾസോ അത് പ്രിവെന്റ് ചെയ്യാൻ, ഇനി അത് വരാതിരിക്കാൻ തടയാനുള്ള കാര്യങ്ങളും ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ക്യൂറേറ്റീവ്, രോഗത്തെ ഭേദമാക്കുക, അത് പ്രിവെന്റ് ചെയ്യുക, അതുപോലെ തന്നെ ആൻഡ് ഓൾസോ ഇത് പ്രൊവൈഡ്സ് റീഹാബിലിറ്റേഷൻ സർവീസസ്, ഇന്ന് അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെയുള്ള ആളുകൾ ഒരുപാട് ചിലപ്പോൾ ഒത്തിരി വയസ്സും പ്രായമൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ഇല്ലേ, ഭയങ്കരമായിട്ട് ബെഡ് റിഡൻ ആയിട്ടുള്ള ആളുകൾക്ക് വീട്ടിലൊക്കെ ചിലപ്പോ സൗകര്യങ്ങൾ ഉണ്ടാകില്ല. അവർക്ക് ചിലപ്പോൾ വാട്ടർ ബെഡ്, ഒരുപാട് ദിവസം ഇങ്ങനെ കിടന്ന് കിടന്നാൽ അവരുടെ പുറത്തും ഇതൊക്കെ ഇങ്ങനെ സ്കിന്നൊക്കെ ഇങ്ങനെ പൊളിയും.
അല്ലെ? അതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഡേഞ്ചറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാ അത്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ ശുശ്രൂഷിക്കുന്നവർക്ക് അത് മനസ്സിലാകും. ഓക്കെ, മേലൊക്കെ പൊട്ടിയൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര വേസ്റ്റ് കണ്ടീഷൻസിലേക്ക് പോകും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അത്തരം രോഗികളെയൊക്കെ കിടത്താൻ വേണ്ടിയിട്ടുള്ള റീഹാബിലിറ്റേഷൻ സർവീസസ് ആർ ഓൾസോ പ്രൊവൈഡഡ് ബൈ ദ ഹോസ്പിറ്റൽസ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു പുതിയ ന്യൂ കോൺസെപ്റ്റ് ഓഫ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് വിച്ച് ഹാവ് ബിക്കം മോർ ഗുഡ്. ഒത്തിരി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഒരുപാട് ഉയർന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ മെഡിക്കൽ കെയർ അല്ലെങ്കിൽ ഇന്നത്തെ സെന്റേഴ്സ് ഫോർ മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് ഒക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. കോംപ്രിഹെൻസീവ്, പ്രിവെന്റീവ്, ക്യൂറേറ്റീവ് ആൻഡ് റിഹാബിലിറ്റേഷൻ സർവീസസ് ആർ പ്രൊവൈഡഡ് ബൈ ഹോസ്പിറ്റൽസ് നൗഡേയ്സ്. ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റൽസിൽ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? സെക്കൻഡ് പാരഗ്രാഫ് മനസ്സിലായോ? മനസ്സിലായോ? Is there any doubt? രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ഒന്ന് വായിച്ചിട്ട് നോക്കിയിട്ട് പറയും. നിങ്ങൾ വായിക്കേ. Yes, you just underline the sentence. Currently, the hospitals are not just being seen as healing centers, but also as a place that actually promotes healthful living. A sentence ഒന്ന് underline ചെയ്യാം ട്ടോ. ഹോസ്പിറ്റൽസ് ഇന്ന് ഹീലിംഗ് സെന്റേഴ്സ് ആയിട്ട് മാത്രമല്ല പ്രവർത്തിക്കുക, പക്ഷെ എന്തിനു കൂടി പ്രൊമോഷൻ നൽകുന്നുണ്ട്? പ്രൊമോട്ട്സ് ഹെൽത്ത്ഫുൾ ലിവിംഗ് അല്ലെങ്കിൽ ഹെൽത്തി ലിവിംഗ് എന്ന് വെച്ചാൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം അല്ലെ? നമ്മൾക്ക് ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള ഒരു കാര്യം കൂടി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഇന്ന് ഹോസ്പിറ്റൽസ്. രോഗത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമല്ല, ആരോഗ്യത്തോടെ ഇരിക്കാൻ കൂടി ഹോസ്പിറ്റൽസ് ഇന്ന് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇന്നത്തെ ടുഡേസ് കോൺസെപ്റ്റ് ഓഫ് ഹോസ്പിറ്റൽ. അതാണ്. ഓക്കെ. And the next sentence, you have to underline this one. With this concept, the image of the hospitals. With the image of the Menonilia, the Parana Pagamatra underline hospitals. Hospitals gradually become good and they are being raised from just being the centers of medical care and treatment to a facility providing comprehensive, preventive, curative and rehabilitation services. ഇന്ന് മെഡിക്കൽ കെയർ കൊടുക്കുക, ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതിൽ നിന്ന് ഒരുപാട് ഉയർന്നിട്ടുണ്ടെന്ന് ഹോസ്പിറ്റൽസിന്റെ കാര്യങ്ങൾ, ഹോസ്പിറ്റൽസിന്റെ സേവനങ്ങൾ ഒരുപാട് നല്ലതും ഒരുപാട് ഉയർച്ചയും വന്നിരിക്കുന്ന ഒരു മേഖലയാണെന്ന് ഹോസ്പിറ്റൽസ്. അതെങ്ങനെയുള്ള സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് ബൈ പ്രൊവൈഡിങ് കോംപ്രിഹെൻസീവ്, പ്രിവെന്റീവ്, ക്യൂറേറ്റീവ് ആൻഡ് റിഹാബിലിറ്റേഷൻ സർവീസസ്. ഗോട്ട് ഇറ്റ്? ക്ലിയർ ആണല്ലോ? രണ്ട് പാരഗ്രാഫിലും സംശയമില്ലല്ലോ? Okay, now we are moving to the next topic, that is the definition of hospital. നമുക്ക് എന്താണ് ഹോസ്പിറ്റലിനെ കുറിച്ച് ഡെഫിനിഷൻ ഒക്കെ നമ്മൾ വായിക്കും, because it is given by someone അല്ലെ? ആരെങ്കിലും ഒക്കെ പ്രത്യേകം നിർവചിച്ചു വെച്ചിരിക്കുന്ന നിർവചനങ്ങളെ ഒരു വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സോ ഹോസ്പിറ്റൽസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താണ് ഹോസ്പിറ്റൽസ്? സാധാരണ ഹോസ്പിറ്റലിൽ എന്താ ചെയ്യാം? മെഡിക്കൽ, സർജിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കാം, നഴ്സിംഗ് കെയർ കൊടുക്കാം അല്ലെ? ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസോ ഒക്കെ വന്നിട്ടുള്ള ആളുകൾക്ക് വേണ്ട പ്രധാനപ്പെട്ട രീതിയിലുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുക, സർജറി വേണമെങ്കിൽ അത് കൊടുക്കുക, നഴ്സിംഗ് കെയർ കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെന്റർ, അതിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽസ് എന്ന് വിളിക്കുക. ഓക്കെ, ഹോസ്പിറ്റൽസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡിങ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ ഫോർ എനി ഇൽ ഓർ ഇൻജുവേർഡ് പീപ്പിൾ. രോഗികളായിരിക്കുന്നവർക്ക്, ഇൻജുവേർഡ് ആയിരിക്കുന്ന ആളുകൾക്ക് നഴ്സിംഗ് കെയർ കൊടുക്കുക, ട്രീറ്റ്മെന്റ് കൊടുക്കുക, വേണമെങ്കിൽ സർജറി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ക്ലിയർ ആണല്ലോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ ആ ഒരു സെന്റൻസില്? ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ അങ്ങനെ തന്നെ വായിക്കും. അതുകൊണ്ട് നിങ്ങൾ നോക്കിയിരിക്കാം. ഈ സെന്റൻസിന് എന്തെങ്കിലും മീനിങ് കിട്ടാത്തതുണ്ടോ? എനിബഡി?
ഇല്ലല്ലോ? കമ്പൊക്കെ ഇടയ്ക്ക് ഇട്ടേക്കണേ. ഈ ഇപ്പുറത്തിരിക്കുന്ന ഞാൻ ഇപ്പൊ ഈ നോട്ട് നമ്മളിവിടെ പ്രസന്റ് ചെയ്തതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ കുറെ പേര് ഇങ്ങനെ തമ്മിലുണ്ട്. ഇപ്പൊ എന്താ പറയാ, അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. ഞാൻ ആ നോട്ട് ഒന്ന് മിനിമൈസ് ചെയ്താലേ കാണുള്ളൂ. ലിജി, അനു, അങ്ങനെ കുറച്ച് പേരൊക്കെ അല്ലു എന്നൊക്കെയുള്ള പേരിലുള്ള ആളുകളൊക്കെ ഇവിടെ തമ്മിടുന്നുണ്ട്. പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ല. ഞാനിവിടെ ഈ നോട്ട് ഇങ്ങനെ പ്രസന്റ് ചെയ്തിരിക്കുന്നുണ്ട്. കുറച്ച് ആളുകളുടെ ഈ എന്താ പറയാ ഇവിടെ കാണാൻ പറ്റും, പേര് കാണാൻ പറ്റുമേ. അവരൊന്ന് തമ്മിടുകയാണെങ്കിൽ കുറച്ച് വൃന്ദ, ശിവ, സജിത്ത്, ഓക്കെ. അവിടെ ഈ സ്ക്രീനിൽ ഇരിക്കുന്നവര് പെട്ടെന്ന് കാണുകയാണെങ്കിൽ അവരൊന്ന് തമ്മിട്ടാല് ചിലപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാം. ഓക്കെ, അപ്പൊ അത് സംശയം. ഓക്കെ, ഇനി ഹോസ്പിറ്റൽസ് അഗൈൻ ഒരു ഡെഫിനേഷൻ ഹോസ്പിറ്റലിന് കൊടുത്തിട്ടുണ്ട്. എന്താന്ന് നോക്കാം. ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് മേക്സ് യൂസ് ഓഫ് ഫിസിഷ്യൻസ്, സർജൻസ് ആൻഡ് team of technical staff in order to provide facilities for diagnosis, therapy, rehabilitation, prevention, education and research. ഇതിനൊക്കെ വേണ്ടിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്ഥാപനം, അതെയാണ് നമ്മൾ ഹോസ്പിറ്റൽസ് എന്ന് വിളിക്കുക എന്ന് ഒറ്റൊരു ഡെഫിനിഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ആരുപയോഗിച്ച് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, ആരാൽ നടത്തപ്പെടുന്ന ഒരു സ്ഥാപനമാണത്? ഫിസിഷ്യൻസ്, അവിടെ രോഗികളെ ശുശ്രൂഷിക്കാൻ വരുന്ന ഡോക്ടർമാർ. ഫിസിഷ്യൻസ് എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് എടുത്ത് പഠിച്ച് അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളവരല്ല ഫിസിഷ്യൻസ് എന്ന് പറയുന്നത്, അല്ലെ? അവര്, പിന്നെ സർജൻസ്, പിന്നെ കുറച്ച് ടെക്നിക്കൽ ടീമിന്റെ ആവശ്യകതയുണ്ടല്ലോ അവിടെ, അല്ലെ? ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും രോഗമായിട്ട് ചെല്ലുന്നു, ആദ്യം കുറച്ച് ഒരു ദിവസം പനിയായിട്ട് ചെല്ലുന്നു, ഡോക്ടർ നമ്മളെ നോക്കി നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതി നമ്മൾ മരുന്ന് വാങ്ങിച്ച് വീട്ടിൽ പോകുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. അത് ചിലപ്പോൾ സാധാ ഫീവർ ആയിരിക്കാം. ഓക്കെ, ഡോക്ടർ മരുന്നൊന്ന് വിടും. പക്ഷെ 2 ദിവസം നമ്മൾ മരുന്ന് കഴിച്ചു, പക്ഷെ ഇതൊരു സ്നോ ചേഞ്ച്, ആ നേരത്തേക്ക് കുറയുന്നു, വീണ്ടും അതിനേക്കാൾ ശക്തിയിൽ വീണ്ടും പനി വരുന്നു. അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് മരുന്ന് കഴിച്ചിട്ടൊന്നും കുറവില്ലാതാകുമ്പോൾ നമ്മൾ വീണ്ടും വരും, അല്ലെ? ഡോക്ടറെ കാണാൻ. ഡോക്ടർ 2 ദിവസം ഇത്രയും ഇതൊക്കെ ആയിട്ട് നമ്മൾ കഴിച്ചു, പക്ഷെ എന്നിട്ടും യാതൊരു മാറ്റവും ഇല്ല, കുറവൊന്നുമില്ല. അപ്പൊ ഡോക്ടർമാർ എന്ത് ചെയ്യും? ശരി, അപ്പൊ അങ്ങനെ കുറവില്ലെങ്കിൽ അവർക്ക് ചിലപ്പോ ഈ ഒരു പനി എന്ന് പറയുന്നത് ചിലപ്പോൾ അതൊരു രോഗമായിരിക്കില്ല, രോഗലക്ഷണമായിരിക്കാം, വേറെ ഏതെങ്കിലും രോഗത്തിന്റെ ഒരു സിംറ്റം ആയിരിക്കാം. സോ ദ ഡോക്ടേഴ്സ് മേ prefer to take some test from our body fluids. നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് എന്തെങ്കിലും എടുത്ത്, അല്ലെങ്കിൽ ബ്ലഡ്, അല്ലെങ്കിൽ യൂറിൻ, ഇതൊക്കെ കൊടുത്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറയും, അല്ലെ? അപ്പൊ അതിന് ആരെ ആവശ്യമുണ്ട്? നമുക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള ആളുകളെ ആവശ്യമുണ്ട്, അല്ലെ? ആ ലാബ് ടെക്നീഷ്യൻസ് അത് നമ്മളുടെ എന്താ പറയാ ബോഡി ഫ്ലൂയിഡോ ഏതെങ്കിലും തരത്തിലുള്ള യൂറിനോ അല്ലെങ്കിൽ ബ്ലഡോ എന്താണോ വേണ്ടേ അത് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അതെടുക്കുന്നു, ടെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അവരുടെ ആവശ്യമുണ്ടല്ലോ, വേണ്ടേ? അപ്പൊ അങ്ങനെയുള്ള ടീമിന്റെയും ആവശ്യമുണ്ട്, ടെക്നിക്കൽ സ്റ്റാഫ്, in order to provide. എന്തിനു വേണ്ടിയിട്ട്? അപ്പൊ ഫിസിഷ്യൻസും സർജൻസും ഈ ടെക്നിക്കൽ സ്റ്റാഫുകളും എല്ലാവരും കൂടി ചേർന്ന് ഉപയോഗിച്ച് എന്താ പറയാ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തില് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഡയഗ്നോസിസ്, രോഗത്തിന്റെ നിവാരണം, പിന്നെ പലതരത്തിലുള്ള തെറാപ്പീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയാ തെറാപ്പി ട്രീറ്റ്മെന്റുകളൊക്കെ. ഇപ്പൊ എല്ലുകൊണ്ട് മസിൽസിനൊക്കെ പെയിനുകള് അങ്ങനെ വരുന്നവർക്കൊക്കെ ഈ തെറാപ്പി ട്രീറ്റ്മെന്റ് കൊടുക്കാറുണ്ട് കേട്ടോ, ഫിസിയോതെറാപ്പി ഒക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാകാം, അല്ലെങ്കിൽ റിഹാബിലിറ്റേഷൻ, കിടത്തി ചികിത്സിക്കാൻ വേണ്ടിയിട്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വരാതിരിക്കാൻ വേണ്ടി തടയാൻ, പ്രിവെൻഷന് വേണ്ടിയിട്ടാകാം. അതുപോലെ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഇന്ന് ഹോസ്പിറ്റൽസ് കുറച്ചുകൂടി പ്രാധാന്യം ഇതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഒരുപാട് നഴ്സസ് സ്റ്റുഡൻസിനെ എന്താ പറയാ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പഠന ആവശ്യത്തിന്, അതായത് ഹോസ്പിറ്റൽസിൽ തന്നെ പല റിസർച്ചസ് നടത്തി, നമ്മൾക്കറിയാലോ മെഡിക്കൽ കോളേജസിലൊക്കെ റിസർച്ചസ് നടത്തുന്നുണ്ട്. പുതിയ പുതിയ രോഗങ്ങളൊക്കെ വരുമ്പോൾ അതിന് പുതിയ പുതിയ മരുന്നുകൾ ഉണ്ടാക്കിയെടുക്കും. അപ്പൊ അതിന് റിസർച്ച് സെന്റർ ആയിട്ടും ഇന്ന് ഹോസ്പിറ്റൽസ് പ്രവർത്തിക്കുന്നുണ്ട്. സോ ഇതിനെല്ലാം വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഈസ് കോൾഡ് ഹോസ്പിറ്റൽ. അതിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ എന്ന് വിളിക്കുക. Once again, an institution that makes use of physicians, surgeons and team of technical staff which provide facilities for diagnosis, therapy, rehabilitation, prevention, education and research. Clear ആയോ? അപ്പൊ അതിനെല്ലാം വേണ്ടിയിട്ട് വരുന്ന ഒരു സ്ഥാപനമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതും നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. ഡബിൾ ഇൻവെർട്ടഡ് കോമയിലാണ് ആ ഒരു ഡെഫിനിഷൻ നമുക്ക് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് അണ്ടർലൈൻ ആൻഡ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടാ. ഒന്ന് വേഗം വായിച്ചു നോക്കുക. 1-2 പ്രാവശ്യം നമ്മൾ കണ്ണോടിച്ച് വായിച്ചോ. ഒറ്റ പ്രാവശ്യം ഇപ്പൊ തന്നെ വായിക്കുക. പിന്നെ നമ്മളെ ക്ലാസ് എടുത്ത് പോയി കഴിയുമ്പോൾ ഒരു 2 പ്രാവശ്യം കൂടി വായിക്കുക. ദാറ്റ്സ് ഓൾ. അത്ര മതി. അപ്പൊ തന്നെ നമ്മൾ ചെയ്തു പോയാൽ, നമ്മളെല്ലാം കൂടി ഇങ്ങനെ കുന്നുകൂട്ടിയിട്ട് കഴിഞ്ഞാൽ, അല്ലെ, കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത് നന്നായി ചെയ്യാൻ പറ്റും. കൂടുതലാകുമ്പോൾ എങ്ങനെയെങ്കിലും ചെയ്തു മതി എന്നുള്ള രീതിയിലാണ്. അത് അങ്ങനെ ആവരുത്. ഹാർഡ് വർക്കിനേക്കാൾ നല്ലത് സ്മാർട്ട് വർക്കാണ്. ഓക്കെ, അതുകൂടി നമ്മൾ ആലോചിച്ച് വെക്കാം. ഓക്കെ,
See, so this professionally and also technically skilled people apply their knowledge. അപ്പൊ അവരെന്ത് ചെയ്യാണ് ഈ പറയുന്ന സ്കിൽഡ് ആയിട്ടുള്ള, ഇപ്പൊ ഡോക്ടേഴ്സ് ആണെങ്കിലും വെറുതെ സ്റ്റെപ്സ് വരുന്നവരല്ല, അവർ ഒരുപാട് വർഷങ്ങൾ പഠിച്ചു, അതിൽ നിന്ന് പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചു, പിന്നീട് പ്രാക്ടിക്കൽ ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു നോക്കി. ഇതെല്ലാം അവരുടെ ആ ഒരു പ്രൊഫഷണലിസത്തിൽ ഉണ്ടായിരിക്കും. ഇപ്പൊ ഡോക്ടേഴ്സ് ആണെങ്കിലും അവർ, അല്ലെങ്കിൽ ടെക്നിക്കൽ സ്റ്റാഫ് ആണെങ്കിലും അവരുടെ പ്രൊഫഷണലിസവും അതുപോലെ തന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള കഴിവുകളും ഒക്കെ അവർ ഉപയോഗിക്കുന്നു. ആൻഡ് അത് ഉപയോഗിച്ച്, അത് മാത്രം പറയല്ലോ, ഈ കഴിവും അറിവും ഇത് മാത്രം പോലെ it have to be supported by some equipments, appliances. ഇതെല്ലാം എന്താ പറയാ ഉപയോഗിക്കുന്നതോടൊപ്പം അവർക്ക് വേണ്ട ചില എക്യുപ്മെന്റുകൾ അതുപോലെ തന്നെ അപ്ലയൻസസ് ഒക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ടു ദ പേഷ്യൻസ്. പേഷ്യൻസിന് എന്ത് കൊടുക്കുന്നു, വളരെ ഗുണനിലവാരമുള്ള കെയർ ആണ് കൊടുക്കുന്നത്. എന്തെങ്കിലും ചികിത്സ കൊടുത്ത് മരുന്ന് കൊടുത്ത് അങ്ങനെ വിട്ടാൽ മതി, പോട്ടെ അത്രയൊക്കെ മതി, അങ്ങനെയല്ല. ഇന്നത്തെ ഹോസ്പിറ്റൽസ് അങ്ങനെയല്ല. ദർ ഇസ് കോമ്പറ്റീഷൻ. പല ഹോസ്പിറ്റൽസും വളരെ മത്സരത്തിലാണ്. കാരണം ഞങ്ങളുടെ പേഷ്യൻസിന് നല്ല ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് ഓരോ ഹോസ്പിറ്റൽസും ആഗ്രഹിക്കുകയാണ്. അതിന് അവർ പുതിയ ടെക്നോളജിയിൽ പുതിയ മെഷീൻസും എക്യുപ്മെന്റ്സും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാണ്. ദാറ്റ് മീൻസ് വരുന്ന പേഷ്യൻസിനെ ഹാപ്പി ആയിട്ട് ഇവിടെ വരണം, എല്ലാ ട്രീറ്റ്മെന്റും ഇവിടെ നിന്ന് തന്നെ കിട്ടണം എന്ന രീതിയിലാണ് ഇന്ന് മിക്ക ഹോസ്പിറ്റൽസും എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അതാണ്. അപ്പൊ അവിടെ ഉള്ള എക്യുപ്മെന്റുകളും അതുപോലെ എല്ലാ സാധനങ്ങളും വെച്ചിട്ട് ഇത്തരം പ്രൊഫഷണലിസവും അതുപോലെ ടെക്നിക്കൽ സ്കില്ലുമുള്ള ആളുകളുടെ അറിവും കഴിവും ഉപയോഗിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്താ പറയാ സിറ്റുവേഷൻസിനെയൊക്കെ വളരെ ക്വാളിറ്റി ഉള്ള ട്രീറ്റ്മെന്റ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. സോ ഹോസ്പിറ്റൽസ് ഈസ് എ പ്ലേസ് ഫോർ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, അല്ലെ? അതായത് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് അപ്പൊ ഒരു രോഗനിവാരണം, രോഗം എന്താണെന്ന് മനസ്സിലാക്കാനും അതുപോലെ രോഗത്തിന് ചികിത്സിക്കലും ഇതൊക്കെയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, എല്ലാവരെയും അവരെ ഹെൽത്തി ആക്കുക, മനുഷ്യന്മാരെയൊക്കെ ഹെൽത്തി ആക്കുക. ആൻഡ് ഓൾസോ എന്താ പറയാ താൽക്കാലികമായിട്ടുള്ള എന്താ പറയാ രോഗത്തിൽ നിന്നുള്ള വിമുക്തിയല്ല, പെർമനന്റ് ആയിട്ട് എൻജോയിങ് ദർ പെർമനന്റ് ഹെൽത്തി ലൈഫ്, പെർമനന്റ് ആയിട്ട് അവർക്ക് ആരോഗ്യമുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇന്ന് ഹോസ്പിറ്റൽസ്. പണ്ടത്തെ രീതിയൊക്കെ മാറി ഒരുപാട് മാറ്റങ്ങൾ ഹോസ്പിറ്റൽസിൽ വന്നിട്ടുണ്ട്. ബിക്കോസ് ഇന്ന് അഡ്വാൻസ്ഡ് ആണ് എല്ലാ ഹോസ്പിറ്റൽസും. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിൽ ഇന്ന് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പണ്ട് അങ്ങനെയല്ല. എന്തെങ്കിലുമൊക്കെ ഭയങ്കര സീരിയസ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള വല്ല ഇഷ്യൂസ് ഒക്കെ പേഷ്യൻസ് എന്താ പറയുക രോഗങ്ങളൊക്കെ ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുപോകില്ല. പകരം നമുക്ക് കുറച്ച് ദൂരെയുള്ള അടുത്തൊക്കെ പോകുക. ഞങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഏറ്റവും അടുത്തെന്ന് പറയുന്നത് ഒത്തിരി ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ എറണാകുളത്തൊക്കെ ആയിരുന്നു. മനസ്സിലായോ? കാരണം വെച്ചാൽ അന്ന് എന്താ പറയാ കുറച്ച് വർഷങ്ങളൊക്കെ ബാക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് അത്തരം സൗകര്യങ്ങളെല്ലാം ഉള്ളത് അവിടേക്ക് ഉണ്ടായിരുന്നുള്ളൂ. ചിലപ്പോൾ ഇത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യൻസിന് അവിടെ വരെ എത്തിക്കുമ്പോ സമയദൈർഘ്യം അല്ലെ, ഒത്തിരി ലെങ്തി ടൈം എടുക്കുമ്പോ ഇൻ ബിറ്റ്വീനിൽ സംതിങ് വിൽ ഹാപ്പൻ. ആ ആളുടെ ജീവന് പല ഭീഷണിയും ഉണ്ട്. എന്ന് വെച്ചാൽ അപകടം ഉണ്ടാകാം, ആളുടെ അവിടെ വരെ എത്തിക്കാൻ പറ്റുമോ, ആളെ നമുക്ക് തിരിച്ചു കിട്ടുമോ എന്നൊക്കെ അറിയുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ 5 കിലോമീറ്റേഴ്സിന് ഇൻസൈഡില് നമുക്ക് നല്ല ഹോസ്പിറ്റൽസ് ഇതുപോലെ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ ഹോസ്പിറ്റൽസ് ഒക്കെ തന്നെ അതിന് മതിയായ രീതിയിലുണ്ട്. ഓക്കെ, ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലേസ് ഫോർ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഫോർ ബ്രിങ്ങിങ് ദ ഹ്യൂമൻ ബീങ്സ് ഇൽനെസ് and also to be healthy. അവരെ ടെമ്പററി ആയിട്ടല്ല, അതായത് എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ഉള്ള പാകത്തിനാക്കുക ഹ്യൂമൻ ബീങ്സിനെ. അവരുടെ ഇൽനെസ് ഒക്കെ നോക്കി എന്താണ് അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുക. എന്താണെന്ന് ചിലപ്പോൾ രോഗം കണ്ടെത്താൻ ചിലപ്പോൾ 2 ദിവസമൊക്കെ പിടിക്കും. ടെസ്റ്റുകളൊക്കെ നടത്തി അതിനുള്ള ടെക്നിക്കൽ വിഭാഗം ആവശ്യമുണ്ട് ഹോസ്പിറ്റൽസിൽ. കുറെ മരുന്നുകളും കുറെ ഡോക്ടർമാരും മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല അവിടെ. അതിന് ടെക്നിക്കലി പല കാര്യങ്ങളും കണ്ടെത്താനും കൂടിയുള്ളവരുടെ ഹെൽപ്പ് ആവശ്യമുണ്ട്. അത് അത്തരം ടെക്നിക്കൽ നോളജും സ്കില്ലും ഉള്ള ആളുകളെയും ഹോസ്പിറ്റൽസിൽ ആവശ്യമാണ്. അപ്പൊ ഇവരെല്ലാം കൂടി ടീം വർക്ക് ആയിട്ടാണ് പ്രൊവൈഡിങ് ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ടു ദ പേഷ്യൻസ്. ഇവരെല്ലാവരും കൂടി ടീമായി നിന്നിട്ടാണ് ഹോസ്പിറ്റൽസിൽ പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നത്, ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. വെറും ട്രീറ്റ്മെന്റ് എന്ന് പറയാൻ പാടില്ല, ക്വാളിറ്റി കെയർ. ആ വേർഡ് അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വാളിറ്റി കെയർ ഫോർ ദ പേഷ്യൻസ്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ ആ പാരഗ്രാഫ്? ഒന്ന് വായിച്ചു നോക്കിയേ. Yes, and you have to underline this sentence. Hospital is a place for the diagnosis and treatment of human ills.
and bringing back health and well-being of those temporarily prevented from enjoying this. താൽക്കാലികമായിട്ട് ചിലപ്പോൾ രോഗങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മളൊരു ഹെൽത്തി അനാരോഗ്യം ഫീൽ ചെയ്യുമല്ലോ, ആരോഗ്യമില്ലാത്ത ഒരവസ്ഥ നമുക്ക് ഫീൽ ചെയ്യും. അതിൽ നിന്നൊക്കെ മാറ്റി അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, രോഗത്തെ എന്താണെന്ന് മനസ്സിലാക്കുന്നു, അവരെ എൻജോയബിൾ ആക്കുന്നു. ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽ. ക്ലിയർ ആയോ? അണ്ടർലൈൻ ചെയ്തോ? സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? ആ പാരഗ്രാഫിലെ സെക്കൻഡ് സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഞാൻ ചെയ്യുന്നത് പോലെ ടീച്ചേഴ്സ് ഒക്കെ കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട സെന്റൻസ് ടീച്ചേഴ്സ് അണ്ടർലൈൻ ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ നോട്ട് ഉണ്ടോ? അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നല്ലോ ഇവിടെ ഇരുന്ന്. നോട്ട് ഉണ്ടോ എല്ലാവരുടെയും കയ്യില്? കുറച്ചു പേരൊക്കെ നോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും, കുറച്ചു പേർക്കൊക്കെ നോട്ട് എന്തായാലും വരും. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും അല്ലെ? ടെക്സ്റ്റ് ബുക്ക് മസ്റ്റ് ആണെന്ന് തോന്നുന്നു. അപ്പൊ അത് വരുമ്പോ അണ്ടർലൈൻ ചെയ്യാം. ബാക്കിയുള്ള കുട്ടികൾ നിങ്ങളെ സഹായിക്കും. നിങ്ങളിപ്പോ എന്തായാലും ക്ലാസ് ഒക്കെ ഇപ്പൊ 1-2 ക്ലാസ് ഒക്കെ കഴിയുമ്പോഴേക്കും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ നിങ്ങൾ ഫോം ചെയ്യും. അപ്പോ അത് നല്ലതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക് ഒക്കെ ഏതെങ്കിലും ഒരു കുട്ടിക്കൊക്കെ മനസ്സിലായിട്ടില്ലെങ്കിലേ ഒന്ന് ആർക്കെങ്കിലും അറിയാവുന്നവരൊക്കെ ഉണ്ടാവില്ല അല്ലെ? നമ്മൾ കൊടുക്കുന്തോറും കൂടി വരുന്ന ഒരേ ഒരു സാധനമാണ് അറിവ് എന്ന് പറയുന്നത് അല്ലെ? ബാക്കി എന്തും അത്രയൊന്നും പറയാൻ നമുക്ക് കൂടി വരില്ല, കുറഞ്ഞേ പോകുള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ അങ്ങോട്ടേക്ക് ഷെയർ ചെയ്യുമ്പോൾ കൂടുതൽ വരുന്ന ഒരു സാധനമാണ് അറിവെന്ന് പറയുന്നത്. അപ്പൊ ആർക്കെങ്കിലും ഒന്ന് മനസ്സിലാവാന്നുണ്ടെങ്കിൽ അത് ടീച്ചറെ എന്താണ് പറഞ്ഞത് എന്നൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, അപ്പൊ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കാര്യങ്ങൾ പറയുമ്പോൾ ആർക്കും പറ്റിയില്ലെങ്കിൽ മാത്രം നമ്മളോട് ചോദിച്ചാൽ മതി. അപ്പൊ ടീച്ചർ പറഞ്ഞു തരും കേട്ടാ. അത് പേടിക്കൊന്നും വേണ്ട. അല്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ലല്ലോ പിന്നെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. പേടിക്കൊന്നും വേണ്ട. നോ വറീസ്. എല്ലാം നമ്മള് നല്ല സ്മൂത്ത് ആയിട്ട് ഭംഗിയായിട്ട് ഇവിടുന്ന് പോകുള്ളൂ. നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും നമ്മള് തരില്ല. ഓക്കെ, അപ്പൊ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. ആൻഡ് ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമാണ്, അതുകൊണ്ട് നമുക്കൊന്ന് പറഞ്ഞേക്കാം. അഗൈൻ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ഡെഫിനിഷൻ വിച്ച് ഇസ് പ്രൊവൈഡഡ് ബൈ WHO. ആരാണ് WHO? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെ? കേട്ടിട്ടില്ലേ? WHO കേട്ടിട്ടില്ലേ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഇത്രയും വലിയ കാട്ട ഡെഫിനിഷനൊക്കെ നമ്മള് കാണാതെ പഠിക്കുന്നില്ല. ബിക്കോസ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് പരീക്ഷയ്ക്ക് വരിക. അപ്പൊ അതുകൊണ്ട് ഈ എന്താ പറയാ ഡെഫിനിഷനിലെ ഒരു വേർഡ് പോലും മിസ്സാവാണ്ട് എങ്ങനെ പഠിക്കും എന്ന് ഓർത്താവല. അതൊന്നും ആരും പെടണ്ടാട്ടോ. ഓക്കെ, അപ്പൊ എന്താ നോക്കാം നമുക്ക്. ഹോസ്പിറ്റലിന്റെ ഡെഫിനിഷൻ ഗിവൺ ബൈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. A hospital is an integral part of medical and social organization. അതായത് മെഡിക്കൽ പരമായിട്ട്, അതായത് നമ്മളുടെ രോഗത്തിന് കൊടുക്കുന്ന മരുന്നുകൾ, മെഡിക്കേഷൻസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഒരു എന്താ പറയുക സാമൂഹ്യപരമായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. വിച്ച് ഫങ്ഷൻ ടു പ്രൊവൈഡ് ദ ഹോസ്പിറ്റൽ കംപ്ലീറ്റ് ഹെൽത്ത് കെയർ. പോപ്പുലേഷന്, ആളുകൾക്ക് മൊത്തത്തില് കെയറിങ് കൊടുക്കുക, കംപ്ലീറ്റ് ഹെൽത്ത് കെയർ, ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും എന്താ പറയാ നല്ല രീതിയിൽ കെയർ ചെയ്യുക. ബോത്ത് ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ്. എങ്ങനെ രോഗം എന്താ പറയാ വന്ന രോഗത്തെ ഇല്ലാതാക്കാനും എന്നാൽ വരാതിരിക്കാനും എന്ന് വെച്ചാൽ രോഗത്തെ തടയാനും. അതാണ് ക്യൂറേറ്റീവും പ്രിവെന്റീവ്. ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും രോഗം വന്നിട്ട് അതിനെ ശുശ്രൂഷിക്കുന്നതിനെയാണ് ക്യൂറേറ്റീവ് എന്ന് പറയാം. ഹീലിംഗ് മീൻസ് ഹീലിംഗ് ആണ് കേട്ടോ. ക്യൂറേറ്റീവ് മീൻസ് ഹീലിംഗ് ആണ്. അതായത് ഇപ്പൊ എനിക്ക് പനി വരുന്നു, ഡോക്ടറെ അടുത്ത് പോകുന്നു, പനിയുടെ മരുന്ന് അല്ലെങ്കിൽ എന്താണ് എനിക്ക് പരിശോധിച്ച് മരുന്ന് തരുന്നു, അപ്പൊ എന്റെ രോഗം മാറി. അത് ഹീലിംഗ് ആണ്, ക്യൂറേറ്റീവ് ആണ്. അതേസമയം അത് പ്രിവെന്റ് ചെയ്യുക. ഇനി ഇന്ന രോഗം വരാൻ പാടില്ല, പനിയൊന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ മരുന്നൊന്നും കഴിക്കാറില്ല അല്ലെ? പക്ഷെ ചില രോഗങ്ങൾ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മള് പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കാറുണ്ട്. ഇപ്പൊ ജസ്റ്റ് ലൈക്ക് ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഒക്കെ വരുന്നവര് അല്ലെ, ചില എന്താ പറയാ മാനസികമായിട്ടുള്ള ചില ഡിസ്റ്റർബൻസ് വരുന്ന ആളുകൾക്ക് അല്ലെ, അത് വരാതിരിക്കാനുള്ള മരുന്ന് കൂടി കൊടുക്കും. അപ്പോഴത്തേക്കും വേണ്ടി മാത്രം മാറിയാൽ പോരാ, അത്തരം അസുഖങ്ങളൊക്കെ നമുക്ക് വരാതിരിക്കാനും കൂടി വേണ്ടി നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ ഡോക്ടേഴ്സ്. അതാണ് പ്രിവെന്റീവും ആണ്, അതുപോലെ തന്നെ ക്യൂറേറ്റീവ് ആണ്. യൂസ് ഔട്ട് പേഷ്യന്റ് സർവീസ് റീച്ച് ഔട്ട് ടു ദ ഫാമിലി ആൻഡ് ഇറ്റ്സ് ഹോം എൻവയോൺമെന്റ്. അത് എന്താ പറയാ കൊടുക്കുന്ന സേവനം ഔട്ട് പേഷ്യൻസിന്. ഔട്ട് പേഷ്യൻസ് ആരാ? എല്ലാ ദിവസവും വന്ന് ഇന്ന് വരുന്നു, ഡോക്ടറെ കാണുന്നു, മരുന്നൊക്കെ വാങ്ങിച്ച് വൈകുന്നേരം മുമ്പ് വീട്ടിൽ പോകുന്നു. അതാണ്. അപ്പൊ ഓരോ ഔട്ട് പേഷ്യൻസിനും അവരുടെ ഫാമിലിക്കും അവരുടെ ഹോം എൻവയോൺമെന്റിൽ നിന്ന് ചിലപ്പോൾ കിട്ടുന്ന പല രോഗങ്ങൾ മനസ്സിലായ പല രോഗങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അവർക്ക് ക്യൂർ ചെയ്യുക, അതിനെ പ്രിവെന്റ് ചെയ്യുക.
ആൻഡ് മാത്രമല്ല ഇന്ന് ഹോസ്പിറ്റൽ ഈസ് ഓൾസോ എ സെന്റർ ഫോർ ട്രെയിനിങ് ഓഫ് ഹെൽത്ത് വർക്കേഴ്സ്. ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റൽസ് ഹെൽത്ത് വർക്കേഴ്സിന്, ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. സച്ച് ആസ് നഴ്സിംഗ്, അല്ലെ, നഴ്സസിന് ട്രെയിനിങ് കൊടുക്കുക. അതുപോലെ തന്നെ റിസർച്ച്, ബയോസോഷ്യൽ റിസർച്ചുകളൊക്കെ നടത്തുന്നവരൊക്കെ ഉണ്ട്, അവർക്കും പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക. അവരുടെ കൂടി ഒരു കേന്ദ്രം കൂടിയാണ് ഇന്ന് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. അപ്പൊ പല രീതിയിലും ആളുകൾക്ക് വരുന്ന അസുഖങ്ങൾ, അത് ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഹോം എൻവയോൺമെന്റിൽ നിന്നോ കിട്ടുന്ന അസുഖങ്ങളെയൊക്കെ കൃത്യമായിട്ട് എന്താ പറയാ ശുശ്രൂഷിക്കുക, അത് വരാതിരിക്കാനായിട്ട് തടയുക, അങ്ങനെ കംപ്ലീറ്റ് പോപ്പുലേഷൻ ഹെൽത്ത് കെയർ കൊടുക്കുക. ജനസംഖ്യയ്ക്ക് മുഴുവൻ എല്ലാ ജനങ്ങൾക്കും കംപ്ലീറ്റ് ആയിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു മെഡിക്കൽ സോഷ്യൽ ഓർഗനൈസേഷൻ ആണ് ഏത് ഹോസ്പിറ്റൽസ്. ആൻഡ് ഓൾസോ ഹോസ്പിറ്റൽ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട്. ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റലിൽ ഒഴിച്ചുകൂടാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ മെനക്കെട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സിനെ ആശ്രയിച്ചത്. കാരണം ഇനി ഏത് ബിസിനസ് മേഖലയിൽ തകർച്ചയുണ്ടായാലും ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന ബിസിനസ് മേഖല ഒരിക്കലും ഇനി താഴേക്ക് പോകില്ല. അത് ഓരോ ദിനം പ്രതി എന്ത് ചെയ്യുള്ളൂ, കുറച്ചുകൂടി ഉയർന്നു വരുള്ളൂ. ബിക്കോസ് ഇന്നത്തെ കാലത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഡിസീസസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസസ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡിസീസസ്, അല്ലെ, ആൻഡ് ദ ഡിഫറെന്റ് നമ്പർ ഓഫ് ഡിസീസസ്. പല രോഗങ്ങൾ തന്നെ അധികം പേർക്ക് വരുന്നുണ്ട്, വൈവിധ്യമായ രോഗങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇനി അത് തള്ളിക്കൊണ്ടു പോവില്ല, അല്ലെ. നമ്മളില്ല സ്വർണത്തിന്റെ വില പറയുന്ന പോലെ അതിന് ഒരിക്കലും ഇനി താഴോട്ട് പോവില്ല, അതിങ്ങനെ കുതിച്ച് ഉയർന്നുകൊണ്ടേ ഇരിക്കുള്ളൂ എന്ന് പറയുന്ന മാതിരിയാണ് ഇന്ന് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ബിസിനസ്. അത് ഒരിക്കലും ഇനി താഴോട്ട് പോവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആളുകൾ കൂടുതലും ഹോസ്പിറ്റൽസിൽ ഏതെങ്കിലും ഒരു ജോലി, അല്ലെ, ഒരു ജോബ് കിട്ടുക എന്നുള്ള ഇതുമായിട്ട് നടക്കുന്നത്. കാരണം അവിടെ ജോലി കിട്ടിയ സെറ്റ് ആണ്, വേറെ ഇതൊന്നും നോക്കാനില്ല ബാക്കി. പക്ഷെ മറ്റേതെങ്കിലും ബിസിനസ് ഓർഗനൈസേഷൻസിലൊക്കെ നമ്മൾ പോയി ജോലിക്ക് ചെയ്യുമ്പോൾ എപ്പോഴാണ് അതിലൊക്കെ തകർച്ച വരിക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മറ്റേത് കുറച്ചുകൂടി നമ്മൾ സേഫ് ആൻഡ് സെക്യൂർ ആണ് അവിടെ ഒരു ജോലി കിട്ടുക. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളും ഓരോരുത്തരും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കാനായിട്ട് തയ്യാറായത്, അല്ലെ. കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട് ഇതിന്റെ ഭാഗമാകുക. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഹോസ്പിറ്റൽസിലൊക്കെ ജോലി ചെയ്ത ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അല്ലെ. കുറെ കാര്യങ്ങളിൽ കൂടുതൽ പഠിക്കാനുള്ളത് ഒരു ഹൗ ടു കെയർ സമ്മൺ. മറ്റുള്ളവരേക്ക് എങ്ങനെ നമ്മൾ കെയർ ചെയ്യും, അവർക്ക് എന്താ പറയാ രോഗവുമായി വന്നു കിടക്കുന്ന രോഗികളെ നമ്മൾ എങ്ങനെയാണ് അവരെ കൺസിഡർ ചെയ്യേണ്ടത്, അവർക്ക് കൊടുക്കേണ്ട കരുതല്, അല്ലെ, അതെങ്ങനെയായിരിക്കണം. പേഷ്യൻസിനോട് കാണിക്കേണ്ട ഏറ്റവും വലിയൊരു സാധനമാണ് പേഷ്യൻസ്. സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. പേഷ്യൻസ് അതായത് രോഗികള്, അവരോട് കാണിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് എന്ത്, പേഷ്യൻസ്, ക്ഷമ. അവർ ചിലപ്പോ നമ്മളോട് പല രീതിയിലും, അത് രോഗികളാവുമ്പോ നമുക്കാണെങ്കിലും അതെല്ലോ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുമ്പേ നമുക്ക് ഭയങ്കര ദേഷ്യമൊക്കെ തോന്നും. ചില അസുഖങ്ങളൊക്കെ വരുമ്പോ നമുക്ക് ഭയങ്കര ആരെങ്കിലും കണ്ടുപോകുന്ന എന്തെങ്കിലും നമ്മളെ വീണ്ടും അതൊക്കെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഭയങ്കര ഡിസ്റ്റർബ് ആയിട്ട് തോന്നും, ദേഷ്യം തോന്നും, അല്ലെ. അവരോട് ഒന്നും ഇട്ടാതിരിക്കോ, തലവേദന അത് എന്നൊക്കെ പറയും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്തരം ഹോസ്പിറ്റൽസിൽ ഒക്കെ ഇതുപോലെ കൊണ്ടുവരുന്ന പേഷ്യൻസ് 1-2 പേരല്ല, ഒത്തിരി പേര് ഇതുപോലെ വരും. അവരുടെ റിയാക്ഷൻസ് എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. സോ നമ്മൾ അതൊക്കെ കൺട്രോൾ ചെയ്ത്, അതിനൊക്കെ വളരെ പേഷ്യൻസ് ആയിട്ട് കൺട്രോൾ ചെയ്ത് പിടിച്ച് അവരെ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, കെയർ കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് വാസ് ദ ഡെഫിനിഷൻ ഓഫ് ഹോസ്പിറ്റൽ ബൈ WHO. ആ ഒരു ഡെഫിനിഷൻ കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. 1957 എഴുതി വെച്ചിരിക്കുന്ന ഡെഫിനിഷൻ ആണ് ബൈ WHO. WHO-ന്റെ എന്താ പറയാ ഫുൾ ഫോമും ആ ഒരു ഡെഫിനിഷനും ഒക്കെ ഒന്ന് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് വായിച്ച് നോക്കിയേക്കാം. ഓക്കെ അല്ലേ? അണ്ടർലൈൻ ചെയ്യോ വേഗം. സോ ദാറ്റ് വാസ് നമ്മളുടെ തീർന്നിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അടുത്ത ചാപ്റ്റർ കുറച്ച് തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പൊ നമ്മളുടെ തുടക്കം ഒരു 5-6 മിനിറ്റ് നമ്മളുടെ പോയി, അല്ലെ, സൗണ്ട് ഒക്കെ ക്ലിയർ ആകാത്തത് കൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അടുത്ത ചാപ്റ്റർ ഇച്ചിരി ഒക്കെ തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പറയുന്നെങ്കിൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും നെക്സ്റ്റ് മൺഡേ ആണ് കേട്ടോ. ഇനി അടുത്ത തിങ്കളാഴ്ച കാണുള്ളൂ നമ്മൾ തമ്മില്. അപ്പൊ ഈ ചാപ്റ്റർ ഒരു 2-3 വട്ടം ഒന്ന് വായിച്ചു വെച്ചേക്കാം. സോ സീ യു. ഹാപ്പി അല്ലേ എല്ലാവരും? താങ്ക് യു. ഹാപ്പി അല്ലേ? ഓക്കെ, സീ യു. താങ്ക് യു.